ഹര ഹരോ ഹര ഹര ഹരോ ഹര ഹര. മുത്തു വണ്ടി ഒതുക്കടാ. ആണ്ടവാ മുരുക മയിലെണ്ണ മയിൽ. അതേടാ അങ്ങനെ തന്നെയാണ്. പോർച്ചടാ മയിലെണ്ണ മയിലന്നെ. നീ എന്താ കുസ്തി പിടിക്കാൻ പോകണം? ഇത് വന്ന് ആ കേരള പസംഗ കേട്ടാ തപ്പാതെ വിളിച്ചിട്ട് നീ എന്നെ മയിലെന്നും വിളിക്കണ്ട, അണ്ണാന്നും വിളിക്കണ്ട, സാമീന്ന് വിളിച്ചാ പോകും. പുരിഞ്ഞതാ വണ്ടിടാ. കാവടി നല്ലതായി இருக்குது. പളനിയപ്പ തങ്ക പളനിയപ്പ. തങ്കവേലു, என்னண்ணே നീ എന്നെ അണ്ണാ കിണ്ണാന്നൊന്നും വിളിക്കണ്ട. ഇന്നലത്തെ കളക്ഷൻ എടുത്ത് இங்க இருக்கு. ഭസ്മക്കാവടി വരവ് 250 രൂപ, പൂക്കാവടി വരവ് 300, കടവക്കാവടി വരവ് 400, ആകെ 950 രൂപ. 950 രൂപ? ആമാ. എടാ മുത്തേ, സ്വാമി ആരാടി മുത്ത്? നീതാണ്ടാ കണ്ണ് எல்லாமே நீதாண்டா. இந்த வியாபார கேந்திரத்துக்கு ஐஸ்வர்யமே நீதாண்டா. சந்தோஷமாட்டா கலெக்ஷன். இதுதான் கலெக்ஷன் குடி. ഇതെന്താ 3.5 ഉലുവേ? എടാ മുത്തേ, ഒറ്റ കുത്തുവെച്ചതാണല്ല. ഇതെന്താ പിച്ചക്കാശ? അല്ല ചാമി, നേരത്തെ വന്ന് എസ് കുപ്പുചാമി കാശെല്ലാം വാങ്ങി പോയാച്ച്. ആര്? കുള്ളണസൈ. കുള്ളനാ? ആമണ്ണേ. അവന്റെ ഒരാഴ്ച പിരിവ്. കൊറേ നാളായി ആ പെരട്ട എന്റെ തോളി കയറിയിരുന്ന് ചെവിയന്റെ. എന്നാ ചാമി? ഒന്നുമില്ല. നീ ആ താമരയുടെ കളക്ഷൻ എടുക്ക. സവാരി കളക്ഷനാ? അയാളുടെ കളക്ഷൻ കിട്ടിയില്ല. ഇവിടെ ഇരുന്ന് ബാലൻസ് കളക്ഷൻ വാങ്ങി താമര പോയാച്ച്. നിന്നോട് ആര് പറഞ്ഞാ തെണ്ടി ചോദിച്ചപ്പോ കാശ് കൊടുക്കാൻ? ഞാൻ കൊടുക്കണ ചാമിയെ. ഞാൻ തരമാട്ടത് ചൊല്ലിയാച്ചി. എന്നിട്ട് ഞാൻ മൂഞ്ചിന് കുത്തിയാച്ചി. ഞാൻ ഭയന്നിട്ട് അപ്പടി എടുത്തിട്ട് പോയാച്ചി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സ്വന്തം കടയിൽ എന്റെ പണിക്കാരൻ എനിക്കിട്ട് പാര വെച്ച് കളക്ഷൻ കൊണ്ടുപോയല്ലേ. അവസാനം ഇവനൊക്കെ എന്നെ എടുത്ത് കൊടുക്കുമല്ലോ മുരുക. അവനെ ഞാൻ ഇതൊന്ന് പിടിച്ചേ. അയ്യേ, 3.5 രൂപയല്ലേ എന്റെ ഇരിക്കട്ടെ. அடடா பாரு பாரு, இதுதான் சானியா மிர்சா. என்ன அழகு! கண்ணு வந்து ஐஸ்வர்யா ராய் மாதிரி, மூக்கு வந்து நயன்தாரா மாதிரி, கால் வந்து பென் ஜான்சன் மாதிரிடா. எனக்கு என்ன அത്ര அழகிருக்கா? ஐயடா, நின்னல்ல என் குதிரை சானியா மிர்சா. நீ வந்து செரீனா வில்லியம்ஸ். ரொம்ப கஷ்டம். உன் சானியா மிர்சாக்கு விசப்பு மாறான் ஏதாவது கொடு. விசப்பா? என் சானியா மிர்சக்கா. சங்கரி, இந்த ஓட்டத்தை பாரு. சானியா மிர்சர சர்வீஸ் பால் மாதிரி. விசப்பு மாற ஏதாவது கொடுத்தா கேரளாவில டிரான்ஸ்போர்ட் பஸ் மாதிரி ஆயிடும். ஐயோ, என்னாச்சு தாமரண்ணா? நோபோலாச்சு. ஓட்டுறது இந்த தாமரை கண்ணன், காசு வாங்குறது அந்த எரப்பாளி மயில்சாமி. எரப்பாளியா? கண்டிப்பா நான் சொல்லி கொடுப்பேன். ஐயோ, என்னம்மா அப்படி சொன்ன? நான் உனக்கு அண்ணன், நீ எனக்கு தங்கச்சி. அவரு பாவம் முதலாளி. அப்படிதான் சொன்னேன். ஹரஹரோ ஹரஹரா. ஓ மிர்சா, டிடி நோடு, டிடி நோடு. இன்னைக்கு வியாபாரம் எப்படி இருக்கும்? அடடா, நீ எதுக்கு கவலைப்படணும்? நீ ஒரு தேனு, உன் கையில் இருக்கிறது பூவு. தேனும் பூவும் இருந்தா வண்டு இங்க தானே பறந்து வருது. ഷെടാ, ഇവൻ എവിടെ പോയിരിക്കണം? അവന്റെ ഒരു ഒടുക്കത്തെ ചായ കൂടി മൂത്രമൊഴിക്കലും. ഇങ്ങനെയുണ്ടോ ഒരുത്തൻ? என் கையில் இருக்கிறது வண்டி, நான் ஒரு சண்டி, என்ன பாக்குறது ஒரு தெண்டி, நான் போறேன்டி. പൂ പൂ പിച്ചകപ്പൂ മുല്ലൈ ജമന്തി. അല്ല മൈലെണ്ണ ഒറ്റക്കൊള്ളു. നിക്കടാ. അല്ല തങ്കവേലു എവിടെയെന്ന് ചോദിച്ചതാ. തങ്കവേലുവിന്റെ കാര്യം അവിടെ നിക്കട്ടെ. നിക്കട്ടെ. എവിടെയാടാ എന്റെ കാശ്? ഇവിടുന്ന് നീ കൊണ്ടുപോയ കാശ് എവിടെയെന്ന്? അതെവിടെ പോയി? അത് പോയാച്ചി. പൊയ്യാച്ചാ? അണ്ണന് തമിഴും അറിയാൻ പാടില്ലേ? കാശ് പോയിന്ന്. അങ്ങനെ തെളിച്ചു പറ. അതായത് നമ്മുടെ SI കുപ്പുസ്വാമി കൊണ്ടുപോയി. എന്തിനാ? അത് കേട്ട അണ്ണൻ ഞെട്ടും. ഇല്ല, ഞെട്ടും, എനിക്ക് ഉറപ്പാ. അണ്ണൻ ഞെട്ടും. അതായത് നമ്മുടെ സാനിയ മിർസ ഇല്ലേ? സാനിയ മിർസ അതെന്തുട്ട്? അതായത് നമ്മുടെ കുതിരയുടെ പേരാണ്. എങ്ങനെയുണ്ട്? കുതിരയുടെ കാര്യം നിക്കട്ടെ. ഇപ്പൊ 2 പേരാണ് നിക്കണത്. കുതിര മാത്രമല്ലേ നിക്കുന്നത്? അപ്പൊ തങ്കവേല നിക്കണതാ. എടാ കൊടകരക്കാരൻ താമരാക്ഷ, കളി എന്റെ അടുത്ത് വേണ്ട. ഞാൻ ചേർത്തലക്കാരൻ അപ്പുകൂട്ടനാ. കാശ് എടുക്കടാ തെണ്ടി. കുതിര വണ്ടിയിൽ ഓവർലോഡ് കയറ്റുന്ന SI എന്നെ പൊക്കി. എന്നിട്ട് കുതിരക്ക് ലൈസൻസ് ഉണ്ടോ? കുതിര വണ്ടിക്കോ അതുമില്ല. അവസാനം എന്താ?
എല്ലാത്തിനും കൂടി ചാർജ് ചെയ്ത് ഇവിടുന്ന് കിട്ടിയതും ഓടിക്കിട്ടിയതും എല്ലാം കൂടി തൂത്തുവാരി കൊണ്ടുപോയി. അവസാനം വണ്ടി കയറടിക്കാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ റോഡിൽ കൂടി തള്ളിക്കൊണ്ടാ വന്നത്. ഓഹോ, എന്റെ വണ്ടിയും വണ്ടിക്കാരനെയും തടഞ്ഞു നിർത്തി കാശ് മേടിക്കാൻ ഈ പളനിയിൽ ഏത് എസ്ഐക്കാടാ ചങ്കൂറ്റം? എനിക്കാൻ തലയില്ലാതൊരു കട ഉണ്ടാക്കി. നമസ്കാരം. ദേ വന്നല്ലോ കുപ്പുസ്വാമി സാറ്. 100 ആയിസ. എന്ത് നീ ഒന്നും മിണ്ടായിരുന്നേ? ഇവിടെ വാടാ, ഞാനാ ഇങ്ങോട്ട് വാടാ വാടാ. എന്താടാ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല സാർ. എവിടാ എന്റെ കുതിരവണ്ടി? അത് ഞാൻ അപ്പുറത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ദേ സാറേ, ഇതാണ് കുതിരവണ്ടിയുടെ മുതലാളി. നീയാണോ മുതലാളി? അല്ല, അങ്ങനെയൊന്നുമില്ല. സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പെന്ന് പറഞ്ഞാ സാറ് വരുന്നതിന് 1 മിനിറ്റ് മുമ്പ്. അപ്പൊ നേരത്തെ പറഞ്ഞു എന്ന് പറയണം, മനസ്സിലായോ? ഓ, എന്താണ് എന്നെ പറ്റി പറഞ്ഞത്? അതായത് സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. പിന്നെന്താ? ഞാൻ പറയാം. സാറിനെ കണ്ടാൽ അമിതാഭ് ബച്ചൻ എസ് ഐ ആയ പോലെ ഉണ്ട്. ബെച്ചണ്ണന്റെ എത്ര പൊക്കം വരും? ഏകദേശം ഒപ്പിക്കാം. ഈ ബെച്ചന് എന്നെക്കാൾ 1 ഇഞ്ച് പൊക്കം കൂടുതലല്ലേ? അത് ക്യാമറ ട്രിക്കല്ലേ? അപ്പൊ ഈ ക്യാമറ സമ്മതിക്കണല്ലോ. പിന്നെ സാറിനൊന്ന് കാണാൻ നിൽക്കുക ഈ മൈലണ്ണൻ. എന്തിനാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ. നേരത്തെ പറഞ്ഞത് ചോദിക്കണില്ലേ സാറിനോട്? എന്ത്? സാർ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച കാര്യം മൈലണ്ണന് സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ കാര്യം. ആ. സാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും ഇവൻ തന്നെ എടുക്കും. അത് സാറിന് കിട്ടുന്നുണ്ടോന്ന് അറിയണ്ടേ? അത് ചോദിക്കണമെന്ന് പറഞ്ഞതാ. അത് ശരി. അപ്പൊ അവ എന്റെ പേര് പറഞ്ഞ് പൈസ അതിന് മേടിക്കാറുണ്ടോ? എത്ര പ്രാവശ്യം? അതെപ്പോ അത് ഞാൻ നിനക്ക് പിന്നെ ഇങ്ങോട്ട് വാടാ. സാറേ. ആവർത്തിച്ചാൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. പിന്നെ എനിക്കുള്ളത് കൃത്യമായിട്ട് എത്തിക്കണം. അത് ഞാൻ എത്തിക്കാം സാർ. ജീപ്പ് എടുക്കടാ. അങ്ങനെയില്ല സാർ. ജീപ്പ് പോക്കാൻ നടക്കണം. എടുക്കടാ വണ്ടി. കാണണം നിന്നെ. പുള്ളൻ, ഈ പുള്ളൻ കുപ്പുസ്വാമിക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അയാൾക്കൊരു പണിയുണ്ടല്ല, പിന്നെന്തിനാ വേറെ പണി? ആ കഴുത വണ്ടി ഓടിച്ചു ഞാൻ മടുത്തു. പറ്റെങ്കിൽ എനിക്കൊരു പണിതാ. അത് പിന്നെ അതിനു മുമ്പ് ഇവനാ പണി കൊടുക്കേണ്ടത്. ഇവൻ എന്നെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് 4 കുറയായി. അതിനൊരു പണി കൊടുക്കണം. എനിക്കൊരു ഐഡിയ. എന്താ? ഇയാൾക്കിട്ട് ഒരു പണി കൊടുത്താലോ? അത് തന്നെയല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു പണി തരാന്ന് പറഞ്ഞതാ. അത് ഇതിന്റെ ഇടയിൽ ഞാൻ തരാം. ஐயா வாங்கய்யா, ஒரு முழம் 5 ரூபாயா? மல்லிப்பூ, ஜெமந்திப்பூ, பூ. பொண்ணு, இந்த பூக்கு என்ன விலை? முழத்துக்கு 5 ரூபா. ஆஹா, கொஞ்சம் எடுக்கட்டுமா? இந்த பூக்கல்ல, நான் அந்த பூக்கு கேட்டேன். டேய், ஏண்டடா ராஸ்கல், மரியாதைக்கு பேசல. பூ கொட்டை என்ற இந்த கையில உன் தலையை உடைச்சிடுவேன். போயா. ஏன் சங்கரி, இங்க என்ன பிரச்சனை? அல்ல மாமா, இந்த ரவுடி பையன் என்கிட்ட தப்பா பேசுறான். அடச்சி போயா. ஐயா, ஒரு வார்த்தை என்கிட்ட சொல்லு, நான் பாக்குறேன். அதான் சொல்றேன். ஏது? ஒரு ஆணுக்கு ஒரு பெண்ணு வேணும், ஒரு பொண்ணுக்கு ஒரு ஆணும். எனக்கு நீயும் உனக்கு நானும். ஐயடா, ஆசைய பார்த்தா 10 பணம், மீசைய பார்த்தா சத்த பிணம். போயா. லட்சுமி டாக்கிஸ்ல ஷக்கீல படம் கழிக்குது, போய் பாக்குறியா? போக. மூஞ்சிய பாரு. சாமந்தி பூ, முல்லைப்பூ. முருகா, ஆண்டவனே, ஏய், இன்னைக்கு என்ன வேலை? அது ஜோதிക്കാൻ நீ யார? நானா? நான் உன் வருங்கால மனைவி. இந்த பழனி மலைக்கு ராணி. என் வாசம் பழமுதிர் சோலை. அந்த முருகனுக்கு கன்னி பொண்ணு. போடி, எனக்கு நிறைய வேலை இருக்கு. தாமரை தேடுறான்டா. நீ போ. ഡേയ് തങ്കവേലു, തീറ്റ വാങ്ങാൻ കാശെടു. ആരുടെ തീറ്റ? നിനക്ക് തീറ്റയാ അല്ല കുതിരക്ക് തീറ്റയാ? ഏയ് വേണ്ട, എന്റെ വിശപ്പിന്റെ കാര്യം നീ വിട്. പക്ഷെ എന്റെ സാനിയ മിർസ വിശക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനുണ്ടില്ലേലും അവളെ ഊട്ടണം ഉറക്കണം, അറിയോ നിനക്ക്? അതുകൊണ്ട് കുതിരക്കുള്ള ചാപ്പാന്റെ കാശെടു. അതുക്ക് തന്നെ കാശ് ഇന്നലെ വാങ്ങിയത്. ഇന്നലെ വാങ്ങിയത് ഇന്നലെ തീർന്ന്. യവനാരടാ?
ഇന്നലെ നീ ആ പിച്ചക്കാരൻ മുതലാളിയുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുത്തത്? ஏன் முதலாளி பிச்சைக்காரனா? ஏன் முதலாளி எனக்கு கடவுள் மாதிரிடா. കടവില. നീ മുതലാളിയുടെ കാശ് വാങ്ങിയാൽ ഞാൻ അത് മുതലാളി കിட்ட ചൊല്ലും. അത് ഞാൻ ഡ്യൂട്ടി. ഇങ്ങനെ പോയാൽ നീ ഇവിടെ അധികകാലം ഡ്യൂട്ടി ചെയ്യാനുണ്ടാവും നീ തോന്നണില്ല. എന്നെ ചൊന്നേ? എടാ ഈ മുതലാളി ആരാ? മയിൽ സ്വാമി. എടാ ഈ മയിൽ സ്വാമി എന്ന് പറഞ്ഞാല് ആ അതേ ആള് പറഞ്ഞാറ് പാറ്. നീ ഇത് എവിടെ പോയൊക്കെയായിരുന്നു? അവിടെ ഒരു ഘോഷയാത്രക്കുള്ള ആളുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ പഴനിയിൽ വേറെ ആളുണ്ട്. ഞാൻ താ വരുന്നു. നീ എവിടെ പോണേ? എങ്ങും പോകുന്നില്ല. ഈ വേഷം ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ പോകുന്ന വഴി മാറ്റാം. ആദ്യം തലവടി, അത് കഴിഞ്ഞത് ബാക്കിയുള്ള പരിപാടി. വാടാ നീ വാ. ഓ ആ എന്തൊരു സൗന്ദര്യം കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ പൊറോട്ടക്ക് മാവ് ഒഴിച്ചു വെച്ച പോലെ ഉണ്ട്. വായ മുട തമിഴ് പേച്ച് ആരെങ്കിലും കേട്ടാ? செல்வா அந்த மொட்டையை பாரு. മതി வாங்கோ சார் வாங்கோ. இவன் வந்து ப்ரொஃபஷனல் அண்ட் எக்ஸ்பீரியன்ஸ்டு கட்டர். வரணும் சார் வரணும். அண்ணே இங்க வந்து உட்காருங்கோ இங்க உட்காருங்கோ. தம்பி இதுமா உனக்கு வேலை தெரியுமா? செல்வா ലക്ഷണം കണ്ടിട്ട് ഇത് ഒടുക്കത്തെ വടിയാണെന്നാ തോന്നുന്നത്. താമരെ നിന്റെ അല്ലടാ ഈ എല്ലുപൊടിയുടെ. അണ്ണേ അടുത്ത വർഷം നിങ്ങളുടെ മകൻ വരുമ്പോ ഇങ്ങ തന്നെ വരാൻ പറയണം. കവലപ്പെടണ്ട അണ്ണേ. അടുത്ത വർഷം അണ്ണന്റെ മകൻ അണ്ണന് വേണ്ടി കർമ്മം ചെയ്യാൻ വരുമ്പോ ഇങ്ങ വന്ന റിഡക്ഷൻ കൊടുക്കലാ. നീ പോടാ അറിവ് കേട്ട മുണ്ട. ആ തല പോയി. എന്നാ നീ കാരണം എന്റെ കൈനീട്ടം പോയി എന്നെ മുടിപ്പിക്കാനായിട്ട്. വാങ്ങ സാർ ഇവർ വന്ന് ഓടാ. ഇതിവിടെ കിടക്കട്ടെ. എപ്പോഴാണെങ്കിലും ഒഴിക്കണം. ഇത് നേരത്തെ ഒഴിക്കുന്നേ ഉള്ളൂ. ആ ഞാൻ പോണ്. മര്യാദക്കൊക്കെ വഴി. എങ്ക എന്റെ പരട്ടക്കിളവി? எங்கேக்கா? ஏய் வெளிய வா. പാരട്ട കിളവി അകത്ത് കയറി ഒളിച്ചിരിക്കുന്നല്ലേ? പണം എടുക്ക്. തള്ളേ 4 നാളാ ചിട്ടിപ്പണം ബ്ലോക്ക്. இன்னைக்கு சிட்டிப்பணம் தரலனா நாளைக்கு அவரு வருவாரு தெரியுமா? செட்டியார், கருடப்ப செட்டியார். தம்பி, தோராத்த மழை காரணம் பிசினஸ் எல்லாம் ரொம்ப கஷ்டம். ഈ പാർട്ടി പണം കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കും. അയ്യാക്കിട്ട് പോയി சொல்லப்பா. ഇപ്പൊ ഞാൻ പോറേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ ഈ നേരത്തെ ഞാൻ വീണ്ടും വരും. അപ്പൊ പണം തന്നില്ലെങ്കിൽ ചെട്ടിയാർ ആരെന്ന് നീ അറിയും. அடிச்சதெல்லாம் இறங்கி போச்சு. அம்மா நான் வேறாயுதம் பேசுறேன். കേരളത്തിന്നാ? എത്ര ആള് വരും? ഉച്ചക്കാ? എല്ലാം ഉണ്ട്. ഭസ്മക്കാവടി, പൂക്കാവടി, വേല് എല്ലാം ഉണ്ട്. നിങ്ങളിങ്ങോട്ട് വന്നാ മതി. വേലായുധം എവിടെയെന്ന് കേട്ടാ മതി. ഓക്കെ ഓക്കെ. ഇനി അവൻ എവിടാണാവോ? ഒരു പൂവ് ആരാധിച്ചു തൊഴുത് മരിച്ചയാളെ മനസ്സിൽ കൊടുത്തു. എല്ലും പൂവും ചന്ദനവും കൂട്ടി 3 പ്രാവശ്യം നീര് കൊടുത്ത് നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇനി എന്താ വേല ഇതേട്ടാ? പൂജ സമയത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? എന്താ കാര്യം? ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേർച്ചക്കാവടി ഉണ്ട്. നാട്ടിൽ നിന്നാ, നീ വരണം. അപ്പൊ ഞാനാ? നീ വേണ്ട, കുതിര കയറി നടന്നാ മതി. അത് ശരി. ഞാനില്ലാതെ സെൽവം വരുമെന്ന് വിചാരിക്കണ്ട. ഇല്ലേ സെൽവം? നീ വരണ്ട.
നമുക്ക് പോവാം. നല്ല അടിച്ച ഹോളാ. പോയിക്കോടാ പോയിക്കോ. ഞാനില്ലാതെ പോയാൽ നീ അനുഭവിക്കൂടാ. ഏയ് ഏയ് വാട്ട്? എങ്ക വന്ന് വണ്ടി ഓടുന്നത്? വണ്ടി മേലെ സത്യം പറയുന്നല്ലോ. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ തന്നെ വെറുതെ ചൂടാവുന്നേ. അത് ശരി, മലയാളിയാണല്ലേ? ടാർഗറ്റ് കൊല്ലാൻ ശ്രമിച്ചാൽ പോരാ. ആരാടി നീ? മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പോക്കരത്തിന് കാണിച്ചിട്ട് ചൂടാവുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എടി പ്രശ്നമാക്കണ്ട, എന്താന്ന് വെച്ചാ കൊടുത്ത് ഒഴിവാക്ക്. എടി പെണ്ണെ, നിന്റെ കാശ് ഇവിടെ ആർക്ക് വേണം? അത് നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? തെറ്റ് ചെയ്തതും പോരാ. സർ പ്ലീസ്, ഞങ്ങൾ ഒന്ന് പോകാൻ അനുവദിക്കണം. ഇവക്ക് വേണ്ടി ഞാൻ മാറി ചോദിക്കുന്നു. നീ വണ്ടി കയറ്റി. ഓരോന്ന് വന്നോളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താടാ കാവടി കൊടുക്കാൻ നേരത്തെ ആളും തരം നോക്കി കൊടുക്കണമെന്ന് കട ഉദ്ഘാടനം ചെയ്തപ്പോ തുടങ്ങി പറയണതാ. ആളും തരവും നോക്കി കൊടുക്കായിരുന്ന കാവടി കടയിൽ തന്നെ ഇരിക്കും. അത് തന്നെയല്ലേ വാടകയുടെ കാര്യവർക്ക് ഏത് തെണ്ടി വന്നു ചോദിച്ചാലും ഞാൻ കൊടുക്കും. നീയാണെങ്കിലും അങ്ങനെ കൊടുത്താൽ ഇങ്ങനെ തെണ്ടി അടക്കേണ്ടി വരും. ഇന്നലെ കൊണ്ടുപോയ കാവടിയാ, വാടകയില്ല കാവടിയില്ല. ഇനിയിപ്പൊ കാ വടിയായി കാണുന്ന എന്റെ സംശയം. എന്തോന്ന്? അല്ല ഇനിയിപ്പൊ അവനത് വിറ്റിട്ടുള്ള കാ മേടിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞതാ. നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. ഇപ്പൊ നാക്കിന് ചീത്ത പേരായി. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നീ ആ കരുനാക്ക് അന്വേഷിച്ചാ മതി. കരുനാക്ക കാവടി അന്വേഷിച്ചാ മതി എന്ന് പറഞ്ഞതാ. ആ പോണല്ലേ അണ്ണന്റെ കാവടി. എവിടെ? അവിടെ നമ്മുടെ കാവടി. കയ്യോടെ പിടി അവനെ. കാവടി അവിടെ. എന്താണ് എന്താണത്? അയ്യോ എന്നമ്മാ എന്നെ പിള്ളേ? നമ്മുടെ മയിലനെയും താമരനെയും പോലീസ് പിടിച്ചോണ്ടോയി. പോലീസാ? എതുക്കടി പോലീസ് പിടിച്ചത്? ഏതോ ഒരു പൊണ്ണോട് മാല പൊട്ടിച്ചെന്ന് ചൊല്ലി. ഇല്ലടി, അവങ്ങളെ എനക്ക് தெரியும். அவங்க அப்படி பண்ண மாட்டாங்க. கடவுளே, என்ன பாட்டி? கண்ணே, நம்ம மயில தாமரை போலீஸ் பிடிச்சிட்டாங்க. போலீஸ் எதுக்கு? அண்ணே, அவங்கள சீக்கிரமா காப்பாத்து. நீ வண்டி எடுறா. கட்டவனை கிட்டனேல கிட்டிவனை பிடிக்கிறது இந்த போலீஸுக்கு பழக்கம். நீ இங்க இருமா. யாரு யாரு? உங்க பேர் என்ன? അഞ്ജലി. ശ്രീപ്രിയ. ഓര്? തൃശ്ശൂര്. ഓഹോ, മലയാളിയാണല്ലേ? അപ്പൊ இந்த கோவில் வந்தா രണ്ടുപേരും മട്ടുംതാ? ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊജക്ട് വർക്കിന് വേണ്ടി വന്നതാ. കൂട്ടത്തിലെ ക്ഷേത്രത്തിലും. நான் இங்க இருக்கும்போது நீங்க பயப்பட வேண்டாம். உங்க மாலை போயாச்சு இல்லையா? இவரில் யாரானே உங்கள்ட்ட மாலை பொட்டிச்சது சொல்லுங்க. മതി, ബാക്കി ഞാൻ പറയിച്ചോളാം. എവിടാ മാല? എടുക്കടാ മാല. അത് സാർ മാല. ഞാൻ എടുത്തതല്ല, ഇത് എന്റെ മാലയാണ്. ഈ കുപ്പുസ്വാമി ആരാണെന്ന് தெரிஞ்சതാ? ഇതാ മാല. ഇനിയെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം. ഇതല്ല എന്റെ മാല. എന്റെ മാല സ്വർണ്ണമാലയാ. എവിടാ സ്വർണ്ണമാല? എന്റെ കയ്യിലുള്ള ഒരേ ഒരു മാല ഇതാ. 10 രൂപ കൊടുത്ത അറുമുഖത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. സ്വർണ്ണമാല എന്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ പിന്നെ നീ എന്തിനിടയ്ക്ക് മാല ഒരു സാറിന് കൊടുത്തു? മാല ചോദിച്ചപ്പോ ഞാൻ എന്റെ മാല എടുത്തു കൊടുത്തു. എന്റെ പൊന്ന് സാറേ, ഇവര് പറഞ്ഞ മാല ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഇവൻ എടുത്തിട്ടുണ്ടോ? ചോദിച്ചു നോക്കി. ചിലപ്പോ. നീ എന്താ ഈ പറയണേ? നമ്മള് രണ്ടുപേരും കൂടിയാ? ഞാൻ എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടി പറഞ്ഞ എന്തിനാ? നമ്മള് രണ്ടുപേരും കൂടിയല്ലേ കാവടി അന്വേഷിച്ചു പോയത്. അതെ. അതിനിടയിൽ ഞാൻ എങ്ങനെ മാല എടുക്കണത്? എന്നാ അത് പറയട്ടെ. അപ്പോ എടുത്തിട്ടില്ല. എന്റെ പൊന്ന് സാറേ, എന്റെ പൊന്ന് പെങ്ങാമാരെ, ഞങ്ങൾ എടുത്തിട്ടില്ല. നമ്മൾ തമ്മിൽ കാണുന്ന തന്നെ ആദ്യമായിട്ടല്ലേ? അതേടാ, ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് മാല മോട്ടിക്കുന്നത്. അയ്യോ, ഈ കുള്ള നീ ആര് കിട്ടിയാ വിളയാടുന്നത്? വിളവെടുത്തതല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോളെ.
பேசுங்க மேடம். ഇവരല്ല സർ, ഇവരല്ല മാല പൊട്ടിച്ചത്. കണ്ടോ? ദേ പിന്നെ എന്നോട് ചോദിക്കണേ, ഞാൻ എങ്ങനെ കാണാനാ? ഞാൻ എടുത്തിട്ടില്ല നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? അതല്ലെന്ന് നമ്മളല്ല എടുത്തെന്ന കുട്ടി അതിനത് പറഞ്ഞത്. കേട്ടോന്നല്ലേ ഞാൻ ചോദിക്കണത്. അതല്ലേ പറഞ്ഞത്. ഡേയ്, ഞാനൊരുത്തരിവിടെ വഴി വിരിഞ്ഞ പോലെ നിൽക്കുമ്പോ ചോദ്യം ഉത്തരവൊക്കെ നിങ്ങൾ തന്നെ നടത്തിയാൽ മതിയോ? എന്താണ് ചിരിക്കുന്നത്? അല്ല സാറ് വടിയെങ്കിലും വിഴിക്കല്ലോ, ഞങ്ങള് രാവിലെ മുതൽ പട്ടിണിയാ. എന്റെ പൊന്നു സാറേ, ഇനിയെങ്കിലും ഞങ്ങൾ പൊക്കോട്ടെ. ഞങ്ങൾ തിരുടന്മാരെല്ലാം തെളിഞ്ഞില്ലേ? കുരുടന്മാരോ? കുരുടന്മാരല്ല, തിരുടന്മാര്. ആ, എനിക്ക് തരും. ആ അപ്പൊ സാറേ ഞാൻ അങ്ങോട്ട് വെക്കോ. ഞാൻ പോട്ടോ. ആ ശരി. അയ്യോ, അയാള് പോയപ്പോ ഞാനും ഓക്കേ. സർ, ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം കാണും. വേണ്ട പോലെ ചെയ്താൽ മതി. അയ്യോ, അത് തന്നെ പറയണോ? ഞാനേറ്റു. അയ്യോ. പിള്ളേ, இந்த டீ எங்க கொடமா? பாட்டி வட்டி பண்ணேடு. தம்பி, 2 நாள் கூட ஷமிச்சிடு. ஐ நடக்கவே நடக்காது. வட்டி பண்ண எடுக்கு பாட்டி. அப்படி சொல்லாத ஐயா, என் கையில கொஞ்சம் காசு கூட இல்ல. காசு இருக்கா? நான் தம்பி வேண்டாம். இல்ல தம்பி. സബ്ബാഷ് കണ്ണാ, സബ്ബാഷ്. അവന്റെ ഒക്കെ ഒടുക്കത്തൊരു പലിശ പണം. ഇനി അവൻ പലിശ പിരിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. നീ താൻ പുരുഷൻ, ആമ്പിളെ ആയിരുന്നാ ഇപ്പടി വേണോ? എന്നെ പുകത്തല്ലേ പാട്ടി, പുകത്തല്ലേ? നീ അല്ലടാ ഇവ. എടടാ നീ എട്. എന്താ എടടാ എന്താ എന്താ പാട്ടി? പാട്ടിക്കുള്ളത് എടടാ. എന്താന്ന് പറ. എടടാ നീ இந்த നാൾ മറന്നിട്ടിയാ? എടടാ. മറക്കാനോ സെൽവനോ? അതില്ല പാട്ടി. അവൻ ഇവിടെ വന്ന നാൾ മറക്കാനോ? എന്നാ മുതല് ஊத்தடா ஊத்து, தண்ணி இல்லாம ஊத்து. அரசாங்கம் என்றாசா சிலம்பரசு என்றாசா அரசாங்கம் என்றாசா சிலம்பரசு என்றாசா வில்லெடுத்தா ஸ்ரீராமன் மேலெடுத்தா மேலாண்டி வாழெடுத்தா வீரன் அண்டாண்டா வாழெடுத்தா வீரன் அண்டாண்டா ஒரு திட்டம் போட்டா பட்டம் கிட்டும் பட்டம் வண்ணா கொட்டி பறக்கும் திட்டம் போட்டா பட்டம் கிட்டும் பட்டம் வண்ணா கொடி பறக்கும் மதிலில்லா மனசு ஜெயிலில்லா மனசு மதி
வாழெடுத்த வீரன் நான் தாண்டா டேய் அரசாங்கம் என்றாசா சிலம்பரசு என்றாசா வில்லெடுத்தா ஸ்ரீராமன் வேலெடுத்தா வேலாண்டி வாழெடுத்த வீரன் நான் தாண்டா ஹேய் வாழெடுத்த வீரன் நான் தாண்டா. നിങ്ങൾ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞാ മതി, ഏർപ്പാടാക്കുന്ന കാര്യം വേലാതെ കേൾക്കുന്നു. അപ്പൊ കാവടി ഇടുന്നത് നിങ്ങളാണോ? ഇതെന്താ കാവടി ഇല്ലാതെയാണ് ആടുന്നത്? അതല്ല, പെട്ടെന്നൊരു വൈബ്രേഷൻ. ഇതാ ഇവിടെ ഇത് ശബ്ദിച്ചാല് പോലീസ് പിടിക്കും. ഡേയ്, പിന്നെ കൂപ്പിടാടാ. ആടുന്നത് ഞാനല്ല, അതിനാളുണ്ട്. അപ്പൊ കാവടി എല്ലാം ഉണ്ട് മാഡം, നിങ്ങൾ കൂടെ വാ. 3 ഇത് പോക്കറ്റിൽ ഇരിക്കട്ടെ. ശെൽവ, എന്താ ശെൽവ നിന്റെ മുഖം കണ്ടിട്ട് ആടാൻ വിളിച്ചുകൊണ്ട് പോയ പാർട്ടി കഞ്ഞി പാർട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, പാവങ്ങളാ. അപ്പൊ നമ്മളൊക്കെ പണക്കാരാ? അത് കള മൈലന്നവിടെ നിന്ന് നിപ്പി കാണില്ല, പിന്നെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അത് നീ ഒന്ന് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാ. ശെൽവം, നമ്മ അന്തമാരെ ആളല്ല, ശരിയാണ് ആള്. പുരിഞ്ചിതാ പുരിയല്ലേ? പെരിയൊരു വന്നാച്ചല്ല. വാ വാ, ഇതാണ് ആള്. ഇവർക്കൊരു കാവടിയുണ്ട്. എനിക്ക് വയ്യ. എന്താ ശെൽവേത്, നീ വന്നേ? ഇല്ലണ്ണ, ഞാൻ ആടുന്നില്ല. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കല്ലേ, ക്ഷീണം കാണും അല്ലേ ശെൽവ? അതുകൊണ്ടല്ല, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ആടില്ല. അതെ, ഇയാൾക്ക് പറ്റില്ലെങ്കിൽ വേറെ ആളുണ്ടോ നോക്ക്. മാഡം ഒരു മിനിറ്റ്, നീ വന്നേ. ഇത് കുറെ ചില്ലറ തടയുന്ന കേസാ. നീ വാട ശെൽവ, വാട. ചെല്ലടാ ചെല്ല്, വിളിക്കണ കണ്ടില്ലേ? വാ വാ, ഞാൻ പാത്തുക്കറ. ആർക്ക് വേണ്ടിയാ കാവടി? എന്റെ ഫാമിലിക്ക് വേണ്ടി. ശരി, പേരും നാളും പറഞ്ഞു കൊടുക്ക്. അച്ഛൻ മേലെടുത്ത് വിശ്വനാഥൻ, വിശാഖം. അമ്മ ഗൗരി, ചിത്തിര. മാഡത്തിന്റെ? അഞ്ജലി, മകം. ഇനി മുരുകനെ ധ്യാനിച്ച് കാവടി എടുത്ത് കൊടുക്ക്. മുരുക കാപ്പാത്തുക, മുരുക. മേളം തുടങ്ങട്ടെ, മേളം തുടങ്ങട്ടെ. ഏയ്, എന്താ ഇത്? കുറച്ച് കഴിയട്ടെ. കുറച്ച് കഴിയട്ടെന്നോ? ഓശാരൊന്നും അല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ? എനിക്ക് കാശ് വേണ്ടെങ്കിലോ? വേണമെങ്കിൽ തന്നെ അടിക്കും. എനിക്ക് ആടാൻ പറ്റുമെങ്കിൽ പിന്നെ തന്നെ വിളിക്കണം. ഇത് വഴിപാടല്ലേ, തടസ്സപ്പെടുത്തരുത്. ശരി ശരി. നീ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കുള്ള നല്ല പരിചയം, എവിടെയോ കണ്ടു പതിഞ്ഞ മുഖം. പിന്നെ ഇവനേത് പാണ്ഡ്യ? നിനക്കെന്താ വട്ടായോ?
യെസ്, ഇയാളെ ഞാൻ അറിയും. എങ്ങനെ? ദേ കാസറ്റ് കളയണ്ട കേട്ടോ, എനിക്ക് ആവശ്യമുണ്ട്. നാളെ പ്രൊജക്ട് വർക്ക് തുടങ്ങുന്നുണ്ടോ? വേണം. അതിനു മുമ്പ് എനിക്ക് ആ മയിൽ സ്വാമി ഒന്ന് കാണണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ സ്വാമികളാ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ദേ ഇവനെ പോലും. കേരള പോലീസ്. സെൽവം, എടാ സെൽവം, നാട്ടിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു, കേരള രജിസ്ട്രേഷൻ വണ്ടിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോ. എന്നാച്ച്? അല്ല, അത് വന്ന് ഡിസെൻട്രി വയറ് പ്രോബ്ലം. അയ്യേ നിനക്കാ? അയ്യേ എനിക്കല്ല, അവന് തലയും കൊണ്ടാ. അടിക്കട്ടെ. എങ്ങനെ ഒരു കാര്യം ചെയ്, അടുത്ത വാരത്തില് ഇതേ നാളില് இந்த நேரത്തില് இந்த இடத்துல வந்துடு. ബാലൻസ് വർക്ക് ഫ്രീയാ பண்ணலாம். ഓടാ അയോഗ്യ റാസ്കൽ. ഇപ്പൊ മനസ്സിലായോ ഈ മയിൽസ്വാമിക്ക് കോളനിയിലുള്ള ഒരു വെയിറ്റ്? മനസ്സിലായി അങ്കിൾ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കണ്ടാൽ അങ്കിളിനെ പോലെ തന്നെയാ. അപ്പൊ സുന്ദരനായിരിക്കുമല്ലേ? ആള് മാറിപ്പോം, പക്ഷെ അതേ ചായ. എനിക്ക് എന്തൊരു ഇഷ്ടായിരുന്നോ. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവര് വന്നിട്ടുണ്ട്, കേരള പോലീസ്. നീങ്ങണേ, ഞാൻ വന്നല്ലോ. സെൽവം മുങ്ങി. ഏത് കുളത്തില? കുളത്തിലാ. മൈലണ്ണ, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ല, കേരള പോലീസ് എന്ന് പറഞ്ഞത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എപ്പ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു. എടാ ഞാനല്ലേ നിന്നോട് പറഞ്ഞു. ആദ്യം തന്നെ വന്നപ്പോ ഞാനല്ലേ പറഞ്ഞത്, പിന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? കണ്ടോ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല. കേരള പോലീസ് പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലീസ്. ഓ, അത് കേരളത്തിന്റെ ചില ഏമാമാർ ഇവിടെ കാവടി എടുക്കാൻ വരും. DIG സോമശേഖരൻ സാർ വന്നാ പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ വേണം. അങ്ങനെ പലരും. അപ്പൊ എന്റെ ഡാഡി അറിയായിരിക്കല്ലോ. പിന്നെ അതാരാ? DYSP വിശ്വനാഥൻ. അത് പിന്നെ ഡാഡിക്ക് എങ്ങനെ അറിയാന്ന്, സാറിന് എന്നെ അറിയാന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാന്നുള്ള കാര്യം പുള്ളിക്കാരൻ അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ? കൂടുതൽ സമയം കളയണ്ട, വർത്താനം പറഞ്ഞ് നിൽക്കാൻ നമുക്ക് പോകാം. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. വരട്ടെ എന്നല്ല, പോട്ടെ എന്ന് പറ. വാ, നീ വാ. ഹായ് ഡാഡ്. വെറുതെ വിളിച്ചതാ. പിന്നെ മോളെ, നിന്റെ പ്രൊജക്ട് വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? അതോ നീ കമ്പനി അടിച്ച് നടക്കണോ? ഈ പ്രായത്തിൽ കുറച്ചൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ എന്റെ ഡാഡി? എന്തായാലും ഡാഡി വിളിച്ചത് കറക്റ്റ് സമയത്താ. നമ്മുടെ ചിറ്റയെടുത്ത യാമിനി ടീച്ചറുടെ മകൻ ശിവശങ്കരനില്ലേ, ആ പിടികിട്ട പുള്ളി. ഏത് പളനിയിലുണ്ട്. ശിവശങ്കരനോ? അതെ ഡാഡി. കണ്ടത് അവനെ തന്നെയാണെന്ന് മോൾക്ക് ഉറപ്പുണ്ടോ? റിയലി? എന്റെ എവിഡൻസ് ഉണ്ട് ഡാഡി, ഒരു DV. ഞാനത് അങ്ങോട്ടേക്ക് അയക്കാം. ഓക്കെ മോളെ, ഉടനെ തന്നെ വേണം. ബൈ ഡാഡ്. ബൈ. வரட்டும்டா, வரட்டும். SP வரட்டும், DIG வரட்டும், IG வரட்டும். அதுக்கப்புறம் அந்த கேரளாவில இருந்து அந்த தலைவரை இங்க வரட்டும். நீ எதுக்குடா பயப்படுறது? അതല്ല പാട്ടി, സെൽവൻ ഇവിടുന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. അത് എത്ര ദിവസത്തേക്കാ? അത് കഴിഞ്ഞ ഓടി ഓടി മടുത്തു. ഇനി എങ്ങോട്ടാ? அதுதான். ഇവിടെ ഈ പഴനിമലയുടെ തണലിൽ നിങ്ങളുടെയൊക്കെ നടുവിൽ ഒളിഞ്ഞിരുന്നിട്ടും നീ വിഷമിക്കാതിരിക്കെ, എല്ലാം നേരാകുന്നത് വരെയല്ലേ ഉള്ളൂ. നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടാ പോവാ? ராசா, ஒன்னு சொல்லட்டுமா? நீதான் என் பேரக்குட்டிக்கு புருஷனாய் வாழணும்னு நான் நினைக்கிறேன். அதுதான் அவக்கும் ஆசை. எப்படியா இருந்தாலும் செல்வா, നീ ഇപ്പോ താമര പറയുന്നത് കേള്. നീ എവിടെ ആയിരുന്നാലും ഉനക്കൊന്നും ആകാതെ. செல்வண்ணா, பாட்டி சொன்னது அது வந்து பாட்டியோட ஆசை.
உனக்கு அப்போ அண்ணனுக்கு என்ன இஷ்டம் இல்லையா? കരയാതെ. ഈശ്വര, ഞാൻ എങ്ങനെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാം? കരയാതെ. ദേ, നീ ഇവിടെ ഉണ്ട്. நீ நீ என்ன சொன்ன? நான் உன்னோட உள்ளத்திலையா? போதும், எனக்கு அது கேட்டா போதும் போதும். എപ്പ നോക്കിയാലോ അതെ, അകത്ത് കയറിയിരുന്ന് തീറ്റ തന്നെ. പിന്നെങ്ങനെ കച്ചവടം നടക്കുന്നത്? ഇന്നീ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. നീ വേഷം മാറി എങ്ങോട്ടാ ധൃതിയില്? വയറ്റിപ്പഴപ്പല്ല അണ്ണാ, അവിടെ നിറയെ ആളിരിക്കുന്നു. ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം. എന്താ അഞ്ജു, എന്തു പറ്റി? നീ വാ പറയാം. വാ. പൂ വേണമാ? പൂ 5 രൂപ. യോ 5 രൂപയാ. പൂ വേണമാ? പൂ മോടെ 5 രൂപ. പൂ വേണമാ? പൂ കിടക്കുമാ? പോടാ. കള്ള പൂജാരി, ഇത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാ. നീ വാ, നമുക്ക് പോവാം. വാ. എനിക്കല്ലേ അറിയാം. യെസ്, ഐ ഗോട്ട് ഇറ്റ്. നിനക്കെന്താ പറ്റിയേ? വേഗം പ്രോഗ്രാം ചെയ്യ. 2 മാസമുള്ള പ്രൊജക്ട് വർക്ക് തീർത്ത് ഇവിടുന്ന് പോകേണ്ടതാ. അതൊരു പ്രശ്നമേ അല്ല, പക്ഷേ ഇതൊരു പ്രശ്നം. ശ്രീ, അയാൾ ശെൽവനല്ലേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതെ, അത് ഞാൻ പ്രൂവ് ചെയ്യും. ഷുവർ. ശ്രീ നോക്കി, അവൻ. ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം. ഏയ് ശിവശങ്കര, ശിവശങ്കര, എല്ലാം ഞാൻ കണ്ടു കേട്ടോ. ആൾമാറാട്ടം. കള്ള പൂജാരി. ശങ്കരി ഇറങ്ങ്. എന്നെ ചെൽവണ്ട, അവരെന്നെ പറഞ്ഞത്. അതെടി, ശിവശങ്കരൻ തന്നെ. കേരള പോലീസ് വർഷങ്ങളായി തിരയുന്ന ശിവൻ. ഈ ഭൂമിയിൽ ഒരിടത്തും ജീവിക്കാൻ പറ്റാതെ ദൈവങ്ങളുടെ മറവിൽ കഴിയുന്ന ശിവശങ്കരൻ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. അഞ്ജലി, അഞ്ജലി വിശ്വനാഥ്. ഞാനിപ്പോ ആ പഴയ ശിവശങ്കരനല്ല, കമ്പന്തേനിക്കാരൻ ശെൽവൻ. എന്നെ ആ പഴയ ശിവനാക്കരുത്. അതിന് നീ ശ്രമിച്ചാ നിന്നെ ഇവിടെ വെച്ച് തന്നെ എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോട്ടെ. അഞ്ജലി, ഇയാൾ ആരാ? ഒരു ക്രിമിനൽ. വാ. ஹலோ, பழனி போலீஸ் ஸ்டேஷன். நீ யாரு? முதல்ல நீ யாருன்னு சொல்லடா.
சாரி சார் எஸ்ஐ இருக்கு சார் சத்தமா அது அது வந்து இங்க இங்க மழை இருக்கு சார் எஸ்ஐ சார் வெளியில ஒரு பிரமாதமான கேஸ் டிஸ்கஸ் பண்ணிட்டு இருக்கு சார் ஓகே சார் 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 கொஞ்சம் எழுந்திருக்க சார் 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 உங்களை கூப்பிடுறாங்க சார் யாரு யாரு அவன் திருடனா? திருடன் இல்லை சார் எஸ்பி சார். எஸ்பியா? எங்க? போனு சார் போனது. ஆனா அவன் சார். எஸ் சார். நான் வந்து குப்புசாமி சார். சார் நான் அவனை பிடிக்கிறேன் சார். டேய் கான்ஸ்டபிள், யாருடா அந்த செல்வன்? செல்வனா? அவன் யாரு? இந்த பழனியிலே தங்கிட்டு இருக்கு. அந்த கேரளாவிலே ஜெயிலிருந்து தப்பிட்டு வந்த பெரிய கிரிமினல். யாராயாலும் எங்கே இருந்தாலும் இந்த குப்புசாமி பிடிக்கிறேன். வேடா வந்து வண்டியிடு சார். எங்கடா அவன் செல்வன்? தெரியாதா? இந்த வந்து அந்த செல்வன் எங்க? தெரியாது. உங்களுக்கும் தெரியாதா? எங்கடா செல்வன்? தெரியாதா? உங்களுக்கு தெரியுமா? யாருக்குமே தெரியாது. அந்த பையன் காரணம் இந்த காலனியில சமாதானம் கெட்டு போச்சு. அண்ணே அவன் நல்ல பையன்தான், ஆனா சில ப்ராப்ளம்ஸ். പോലീസ് ബഹളം, മറ്റുള്ള വീട്ടുകാർക്ക് ജീവിക്കണ്ട. അണ്ണൻ അങ്ങനെ പറയരുത്. പിന്നെ എപ്പടി പറയൂ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിൽ இந்த மாதிரி பிரச்சனைகள் ഉണ്ടായാൽ എല്ലാത്തിനും ഇറക്കി വിടും. பாட்டி, செல்வனனை போலீஸ் பிடிச்சிருக்குமா? இல்லம்மா, அந்த முருகன் அவனை மயில்பேலிக்குள்ள ஒளிப்பிச்சு வச்சு காப்பாத்து. എനിക്ക് കുറച്ച് സംസാരിക്കണം. എനിക്ക് കേൾക്കണമെന്നില്ല. കേൾക്കണം, അത് കേട്ടേ മതിയാവൂ. സ്വന്തം അച്ഛനെ കൊന്നിട്ട് നിർത്ത്. ഞാനിപ്പോ വന്നത് നിന്റെ കയ്യിൽ നിന്ന് എന്റെ ജീവിതം ഇരന്ന് വാങ്ങാനാ. എന്നെ ഉപദ്രവിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഗെറ്റ് ഔട്ട്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടി. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചോനാ ഞാൻ. നീ കാരണം തിരിച്ചു പോകേണ്ടി വന്നാ അത് വെറുതെ ആയിരിക്കില്ല. മൈൻഡ് ഇറ്റ്.
காப்பாத்துங்க பாட்டி 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 என்னாச்சு என்ன தோர்த்துங்க பாட்டி என்ன விடு பாட்டி ஐயோ என்ன பாட்டி என்னாச்சு நோக்கையா இவங்க செய்யற வேலை எவனா பொம்பளை கிட்டே வீரத்தை காமிக்கணும். അത് അത് കേട്ടോ എന്തിനാ പാട്ടി അവരിങ്ങ വന്നത് அந்த கருடப்ப செட்டியார் கம்பெனின்னு கொஞ்சம் காசு வாங்கிட்டயா ഗരുഡപ്പ ചെട്ടിയാർ കയ്യിൽ അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടാമാ പാട്ടി കൊടുത്തില്ല കുറച്ച് അവധി ചോദിച്ചു അതിൽ കേട്ടും പാട്ടിക്ക് എന്നാ പുരിഞ്ചതാ இல்லையா கடவுள் மாதிரி எல்லோரும் அப்படித்தான் சொல்றது நான் கடவுள் மாதிரின்னு ஆனா நான் கடவுள் அல்ல பாட்டி நான் தான் கருடப்ப செட்டியா சிலர் என்ன கருடான்னு கூப்பிடுவா அவ்வளவுதான் ஆமா எங்க அந்த புலிக்குட்டி செல்வான் அவனோட இல்லையா இல்லன்னு தெரியும் அவன் எங்க போச்சு அது போட்டு என் பணத்தை தந்துடு பாட்டி ஒரு அவധി கூட தாங்கய்யா அவதியா இதுக்கு ശ്ശെ, കാശ് ചോദിക്കാൻ വന്നവരെ ജാം ജാന്ന് വിരട്ടി ഓടിക്കുക അപ്പടിത്തന്നെ ஆனா நம்ம பாட்டிக்கிட்ட காசு இல்லை குழப்பமில்ல எனக்கு செத்தி செந்தாமரை முல்லை ரோஸு இதெல்லாமே பிடிக்கும் அதுக்கு அந்த பூ எடுத்து இந்த கை மேல இப்படி இப்படி ஒதுக்கி ஒதுக்கி നോക്കി നിൽക്കാതെ അവളെ പിടിച്ച് വണ്ടി കയറ്റണം. തൊട്ടു പോരുത് കൊന്നുകളയും ഞാൻ. ചാകാൻ എനിക്ക് ഭയമില്ല, അതുപോലെ ഒരാളെ കൊല്ലാനും. ഉസിറാന പയ്യൻ നീ തന്നെ സെൽവാ. സെൽവൻ എന്ന് சொன்னா எங்க ഭാഷയില് நிதி എന്ന് പറയും. அது கொத்தி கொத்தி எடுക്കുന്നதாரு பறவை. அந்த பறவைகளுக்கு தலைவனாரு கருடன். அதுதான் நான் கருடப்ப செட்டியார். டேய் இந்த பொடிலே வண்டி கேட்டடா. ஐயா வேண்டாம். ஏய் செட்டியாரே வேண்டாம். என்னடா முழிச்சுக்கற அடிங்கடா. നീ പറഞ്ഞില്ലേ ഗരുഡനാണെന്ന്. മേലിലിവിടെ കണ്ട നിനക്ക് പിന്നെ പറക്കാൻ ചിറകുണ്ടാവില്ല. പോടാ. പോ. വാ. യാമിനി ടീച്ചറല്ലേ? കുട്ടി ഞാൻ അഞ്ജലി വിശ്വനാഥ്. ഓ അഞ്ജലി, എത്രയോ വർഷമായി ടീച്ചറെ ഒന്ന് കണ്ടിട്ട്. ടീച്ചർ ഇത് ശ്രീപ്രിയ. ഹായ്. മോളെന്താ ഇവിടെ? ഒരു പ്രൊജക്ട് വർക്കിന് വേണ്ടി വന്നതാ. ഞാൻ വിചാരിച്ചു ടീച്ചർ എന്നെ മറന്നു കാണുമെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുമോ കുട്ടിയെ? ഇപ്പോ പ്രോഗ്രാമുകളൊക്കെ അതൊക്കെ അന്നേ മറന്നു കുട്ടി. ടീച്ചർ ഇവിടെ? ഞാനിവിടെ ക്ഷേത്ര ദർശനത്തിന് വന്നതാ. അതിരിക്കട്ടെ, നിങ്ങൾ എവിടെ താമസം? ഇവിടെ തന്നെ, റൂം നമ്പർ 28. ടീച്ചറോ? റൂം നമ്പർ 36. ഓ ഫൈൻ. ഞങ്ങള് കുറച്ചു ദിവസം കൂടെ കാണും. ഞങ്ങളും. എന്നാ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ശരി.
நீங்க போ நீங்க போ நீங்க போ ஐயோ யாரது யார் இந்த ஒளிஞ்சு பாக்குறது? ஏய் நில்லுங்க, யாரது ஒளிஞ்சு பாக்குறது? ஏய் என்ன சார் என்னாச்சு? எங்க எங்க அந்த செல்வன்? பாட்டி என்னம்மா பயப்படாத, இது நம்ம போலீஸ். இவன் போலீஸா? சீ. என்னாச்சு பாட்டி நான் துணி மாறும்போது இந்த ஆள் ஒளிஞ்சு நின்று பாத்துட்டாரு. ஆரு இவன்தான். செல்வன் அரெஸ்ட் பண்ணாம வந்தா எங்க செல்வன்? என்ன சார் செல்வ, இந்த பொண்ணு ரூமில் தான் இருக்குதே. ஐயே பா பா பா. என்ன முடிச்சிட்டு இருக்க? போ போ, புடகமாய் வந்திருக்கேன். பைகிலி, உன் பேர் என்ன? சிப்போயா. சிப்போயா, இப்படி ஒரு பேரா? அவன் இங்கத்தான் இருக்கேன், பிடிக்கிறேன். சிப்போயா எப்ப குழந்தை? என்ன சார்? இங்க வா. என்ன சார்? எங்க அந்த செல்வன்? தோ என் மடிசீலையில பொதிஞ்சு வச்சிருக்கேன். எங்க பார்க்கட்டும். போயா, அவனை பாக்குறதா என் வேலை. ஐயா மூஞ்சிய பாரு. சரியா, அது என் வேலை அல்லவா? இவன் எங்க போச்சு? என்ன சார்? சார் நீங்க இங்க நில்லு, நான் போய் கேட்ச் பண்ணி பிடிச்சிட்டு வரலாம். ஆமா சார். ஐயோ டேய் ஒளிஞ்சு வந்து பாக்குறியா? ஒண்ணு ஏய் நில்லுங்க. போயாச்சா? ஐயே நாண கெட்டவ. என்ன என்ன ஒரே ஒரு கூட்டம்? அரு அரு, நான் போயிட்டு வரலாம். എന്റെ മുരുക ഈ ചെറുത്താനാ? ചെകുത്താനാ? അതാ കുള്ളം കുപ്പുസ്വാമിയല്ലേ? രണ്ടും എനിക്ക് ഒരുപോലെടാ. അയാൾ അവിടെ മൂത്രമൊഴിക്കാൻ നിർത്തിയതാ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? മൂത്രമൊഴിക്കണ കണ്ടില്ലേ? അപ്പൊ കറക്റ്റ് ആണ്. ഇതെന്താ കണ്ടിട്ടില്ലേ? കാശ് കണ്ടാ വാങ്ങിച്ചെടുക്കും. എന്താ കാണിക്കണ്ട, കൈത്തെറുപ്പിൽ വെക്ക്. കൈത്തറിപ്പില്ലെന്ന്. എന്നാ ഈ കൈത്തെറുപ്പിൽ വെക്ക്. എന്നാ പിന്നെ അയാളുടെ അടുത്തുകൊണ്ടേ കൊടുത്താ പോരെ? ഇതാ മാരിമുത്തുവിന്റെ ചിട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന 2500 രൂപയാ. ഇത് കണ്ട അയാൾ മേടിച്ചെടുക്കും. എനിക്കൊരു ഐഡിയ. അയാൾ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി വിളിക്കാം. ഇങ്ങടാ. ഇന്ന് അയാൾ കോടതിയിൽ വന്ന് ആകെ ചമ്മിപ്പോയി. ഞാൻ അറിഞ്ഞു. നീ മിണ്ടായിരിക്കും, അയാൾ പോട്ടെ. ஸ்டாப் பண்ணியது வீடு வந்தாச்சு சார். என்ன சார்? பேகங்க இங்க இருக்கு சார். ഇന്നത്തെ കളക്ഷനും സാലറി ഇതുക്കുള്ളേ ആക്കും. കിടക്കാച്ച്. ഇയാളുടെ വീടായിരുന്നു. രക്ഷപ്പെട്ടു. അല്ലണ്ണ, അണ്ണൻ ഇയാൾക്കൊരു പണി കൊടുക്കുന്ന കാര്യം പറയാറില്ലേ? അതിപ്പോ കൊടുത്താൽ എന്ത് പണി? അതായത്
അയാളുടെ ബാഗിൽ പൈസയാണ്, അത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുക്കാനാ? എങ്ങനെ? ദാ ഇതുകൊണ്ട് അണ്ണന്റെ 1-2 രൂപയല്ലേ ഇയാൾ അടിച്ചു മാറ്റിയേക്കണത്, അതൊന്നിച്ചിന്ന് അടിച്ചു മാറ്റണം. അത് ശരിയാവില്ല. ശരിയാകും, അതേ ശരിയാകൂ. വാ, ഞാൻ പറയണ പോലെ അണ്ണൻ ചെയ്താൽ മതി. ആ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ആളെ വിളിച്ച് പുറത്തിറങ്ങി അടി തുടങ്ങിയാൽ ഉടനെ അകത്ത് കയറി ബാഗ് എടുത്തോളാം. അടിക്കാനോ? എസ് ഐ? ആ അടിയല്ല, ഇത് അടിക്കണ കാര്യമാണ് പറഞ്ഞത്. വാ. ആ പിന്നെ അതിന്റെ പോയാ കൊല്ലും ഞാൻ. നീയോ? ഞാനാ സാറേ. കേറിക്കോ കേറിക്കോ. അല്ല കേറ്റിക്കോന്ന് പറഞ്ഞതാ. ആ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം. പൊട്ടിക്കല്ലേ, പൊട്ടിക്കാതെ കഴിക്കാൻ പറ്റൂല. വെൽഡ് ചെയ്ത് വെച്ചിരിക്ക. നാണോ ഈ സമയത്താ? നാണമല്ല, തൂക്കം വന്നത് കൊണ്ട് തോന്നിയതാക്കും. ഓ ഭാര്യ. ഭാര്യ അകത്തുണ്ട്, എന്തെങ്കിലും വേണമോ? ഓക്കെ, അത് ഞാൻ ഏറ്റു. അത് ഞാൻ ഏറ്റു. ഞാൻ ഏറ്റെന്നോ? അല്ല, ഞാൻ ഈ ഗ്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞതാ. സാറ് ഇവിടെ ഇരിക്ക്, ഗ്ലാസ് നമുക്ക് പിന്നെ എടുക്കാം, കുറച്ച് കഴിയട്ടെ. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. ചെന്താമരേ, എന്താ ഏട്ടാ? 2 ഗ്ലാസ് എടുത്ത. ഇത് കുതിര വണ്ടിക്കാരൻ താമര. ഓ നമസ്കാരം. പോയി കള്ള് ചെന്ന് കൂട്ടിന് കണ്ണി കണ്ട കുതിരവണ്ടിക്കാരനും കാളവണ്ടിക്കാരനും ഒക്കെയായി കമ്പനി. ഓ ഈ മനുഷ്യനെ കൊണ്ട്. ഓ കൊണ്ടുവരാം. ശേ, പാതിരാത്രി ആയാലും മനുഷ്യനൊരു സമാധാനം തരത്തില്ല. നാശം. എന്ത് ചെയ്യാനാണ്? ചെന്താമരേ, എന്തോ? നീ കൊഞ്ചം തണ്ടി കൂടെ എടുത്തുക്കോ. കൊണ്ടുവരാം. പുട്ടോ, നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. വേണ്ടെന്ന് പറയരുത്. ഒരു കുറ്റി പുട്ടിങ്ങെടുത്തോ. കൊണ്ടുവരാം. എനിക്ക് വയ്യ. എന്ത് നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. പുട്ട് വേണം പോലും, പുട്ട്. ചെന്താമരേ, അയ്യോ, ഉള്ളതും പോയി. പുട്ട് തന്നെ വേണോ ചേട്ടാ? എനിക്കല്ല യവനാ. ആഹാ, എങ്കി ഇപ്പൊ തരാം. ഇവനൊക്കെ ഇത് തന്നെ ധാരാളം. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വന്നുണ്ട്. എങ്കിൽ വീട്ടിൽ പോയിക്കൂടെ? എനിക്കങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുമോ? അതെന്താ? അതൊരു ഗുട്ടൻസാ. ബട്ടൻസാ? ബട്ടൻസ് അല്ല അണ്ണാ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പരീക്ഷിക്കും. എന്നാ പരീക്ഷിക്കണോ? അല്ല ഈ ഓ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ശ്രദ്ധയില്ല. എന്തായി? ശരി ശരി. നീ ഏതൊക്കെ ഇങ്ങ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്നു? എന്തിനാ ഇവിടെ വന്നു? സാറിനെ കാണാൻ. കുറച്ചു ദിവസമായിട്ട് മുങ്ങി നടക്കാണല്ലേ? ഏയ് അത് പറയരുത്. മുങ്ങി നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെന്നുണ്ടെങ്കിൽ സാറിനെ കാണാൻ ഇപ്പൊ ഇവിടെ വരുമായിരുന്ന. വെറുതെ കാണാനാ? വെറുതെ അല്ല, കാശും കൊണ്ടാ. കാശ് അങ്ങോട്ട് കൊടുത്തേ. കാശ് കൊണ്ടുപോയില്ലേ? അത്
അതല്ലെന്ന് ആ മരുവത്തിന്റെ ചിട്ടി വിളിച്ച കാശ് സാറിന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് മുതലാളി മറന്നുപോയാ മടിയിൽ വെച്ചില്ലേ ആ കാശ് അങ്ങോട്ട് സാറിന് എടുത്ത് അങ്ങോട്ട് കൊടുക്ക്. വേഗം പോകാൻ നോക്ക്. ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? കയ്യിലിരിക്കണ കാശ് മേടിച്ചിട്ട് ചെവിട്ടി കയറിയിരുന്ന് കുമ്പുസാരിക്കുന്നോടാ പട്ടി. മറ്റേ കാശ് കിട്ടിയില്ലേ? കിട്ടി. എവിടെ? ഇതൊരു പാഠമായിരിക്കട്ടെ. ടീച്ചർ, നാളെ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? പഴമുതിർച്ചോലയിലേക്ക്. ഞാനില്ല കുട്ടികളെ, നിങ്ങൾ പോയിക്കോളൂ. മുരുക താരാസുര സംഘട്ടനം കേട്ടപ്പോ മുതല് ആ സ്ഥലത്തുനിന്ന് പോണമെന്നൊരാഗ്രഹം. സ്വന്തം അമ്മ അയച്ചു കൊടുത്ത വേദാസ്ത്രം കൊണ്ട് അസുരനെ കൊന്ന മുരുകന്റെ കഥ. മുരുകന്റെ അമ്മ ആരാന്നറിയോ നിനക്ക്? ബുദ്ധൂസ്. പാർവതി ദേവി, സാക്ഷാൽ പരമശിവന്റെ ഭാര്യ, ഗണപതിയുടെയും മുരുകന്റെ അമ്മ. എന്താ ടീച്ചർ, ഒന്ന് പോയാലോ നമുക്ക്? ടീച്ചർക്ക് എന്തോ മനസ്സിന് നല്ല പ്രയാസമുള്ളത് പോലെ. കഴിഞ്ഞതെല്ലാം മറക്കണം ടീച്ചർ. മോൾ എന്നോട് മറക്കാൻ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ. ടീച്ചർ, എനിക്ക് മനസ്സിലാവും ടീച്ചറുടെ ദുഃഖം. അതറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടുമ്പോൾ മനസ്സിന്റെ പ്രയാസങ്ങൾ കൂടുതലേ ചെയ്യൂ. പഴയതുപോലെ നൃത്തത്തിലേക്ക്, ഐ മീൻ ഒരു ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ചൂടെ ടീച്ചർക്ക്? ആ ക്ലാസ്സും കുട്ടികളും എല്ലാം കൂടി ആവുമ്പോ മനസ്സിന് റിലീഫ് ആവില്ലേ? ഇല്ല കുട്ടി, ഒന്നിനും എന്റെ മനസ്സിന് ആശ്വാസം തരാൻ കഴിയില്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുന്നതുവരെ ഒന്നിനും. ജീവിച്ചിരിക്കുന്നോ അതോ? ടീച്ചറെ ഞാൻ വിഷമിപ്പിച്ചോ? ആശ്വസിപ്പിക്കാൻ തുടങ്ങിയ ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ വേട്ടയാടുന്ന ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും ഞാനിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കയറിയിറങ്ങി ഈശ്വരന്മാരോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, എന്റെ മോനെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിച്ചു തരണേന്ന്. എവിടെ, എങ്ങനെയാണ്, ഉണ്ടോ, ഉറങ്ങിയോ? എനിക്കതറിയില്ല എന്റെ ഈശ്വരന്മാരെ. മോക്കറിയില്ലല്ലോ, ഒന്നും അറിയാതെയല്ലേ എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയത്? ഒന്നും അറിയാതെയോ? ഇല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാൻ എന്റെ ശിവന് കഴിയില്ല. ആടാനും പാടാനും കൊതിച്ച് അവസാനം എന്റെ മോൻ ഇരുമ്പഴിക്കുള്ളിലായപ്പോഴും ഈ അമ്മയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി? ഇപ്പോഴും എനിക്ക് എന്റെ കാതുകളിൽ കേൾക്കാം, ഇപ്പോഴും എനിക്ക് കാണാം. ചിലങ്ക കെട്ടിയാടുന്ന എന്റെ ശിവനെ. തത്തൈതാഹ ദിത്തിത്തെ ദിത്തിത്തെ ദിത്തൈതാഹ തേതേ ദിത്തിത്തെ തേതേ തേതേ തിത്തിത്തേ 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 താതേ തിത്തിത്തേ താതേ തിത്തിത്തേ താതേ. നിർത്ത്. എന്തു പറ്റി അഞ്ജലി? നോക്ക്, കൈ ഇങ്ങനെ പിടിക്കണം. ദാ ഇങ്ങനെ. കാണട്ടെ. താതേ തിത്തിത്തേ 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 താതേ തിത്തിത്തേ. ഒരാള്. നമസ്കാരം. നമസ്കാരം.
ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ പ്രഭാകരൻ, ബാങ്കേഴ്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. മാഡത്തിന്റെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അയ്യോ, അതല്ല, എന്റെ ഹസ്ബൻഡാണ് കൈകാര്യം ചെയ്യുന്നത്. ആയിക്കോട്ടെ, എനിക്കറിയാം. സുധാകരനെ ഒന്ന് വിളിക്കാമോ? ഏട്ടൻ ഇവിടെ ഇല്ല. എങ്കിൽ ഞാൻ പിന്നെ വരാം. അല്ലെങ്കിൽ വേണ്ട, സുധാകരനെ ഞാൻ കണ്ടോളാം. ആ, കഴിഞ്ഞ മാസം ഫൈൻ ആർട്സ് ഹാളിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. വളരെ മനോഹരമായിരുന്നു. താങ്ക്സ്. ശരി, എന്നാ പിന്നെ ആ. ആരാ നിന്റെ മറ്റവനാടി? തുറക്കടി വാതില്. അച്ഛന്റെ മോർണിംഗ് വന്നേ. ആ, ഇത് അച്ഛന്റെ മോന്. അച്ഛൻ ഒരുപാട് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ആളാണെന്നാ അമ്മ പറയുന്നത്. എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്തതൊക്കെ പറയുന്നത്? ഓ സോറി, അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സിലതാ. ഇനിയും അച്ഛൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മോനെ. മോൻ അച്ഛനെ പേടിക്കണ്ട. അച്ഛൻ ഒരു പാവല്ലേ? പറയ്, അച്ഛൻ ഒരു പാവല്ലടാ. പിന്നെ നൃത്തവും സംഗീതവും താളവും മേളവും ഒന്നും ഈ സുധാകരൻ അറിയില്ല. പക്ഷെ ഈ അച്ഛൻ നല്ലൊരു ആസ്വാദകനാ. അതല്ലെന്ന് പറയട്ടെ, ദ ഗ്രേറ്റ് ഡാൻസർ യാമിനി സുധാകരൻ. അത് പറ്റില്ല, പറയാൻ അവൾക്ക് പറ്റില്ല. അതാ അതിന്റെ ഒരു മോനെ മോനെ കുട്ടാ. സുധാരേട്ടാ, ഭക്ഷണം എടുത്തു വെക്കട്ടെ? ആ, നീ എടുത്തു വെക്ക്. ഞാൻ എന്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ. അവൻ ഉറങ്ങട്ടെ സുധാരേട്ടാ. നീ പറയുന്നത് കേട്ടാ മതി. എനിക്ക് എന്റെ മോനോട് സംസാരിക്കാൻ നിന്റെ അനുവാദം വേണ്ട. വാ, അച്ഛന്റെ മോനെ വാ. ദേ, അച്ഛന് നൃത്തവും അറിയില്ല, സംഗീതവും അറിയില്ല എന്ന് കരുതി എന്റെ ശിവൻ എന്റെ മോനല്ലാതെ ആവുമോ? അച്ഛന് നൃത്തമൊക്കെ അറിയാം. ദേ കണ്ടോ കണ്ടോ. അല്ലെങ്കിൽ ഇന്ന് ഇനി വേണ്ട, മോൻ കിടന്നു ഉറങ്ങിക്കോ. വാവു മോനെ, അച്ഛന്റെ പൊന്നു മോനല്ലേ, വാങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ട. നമ്മുടെ മോനെ ഓർത്തെങ്കിലും ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഏയ്, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റൂല. ഇപ്പൊ ഇതാ എനിക്കൊരാശ്വാസം. അപ്പൊ ഞങ്ങൾക്കോ? അതെന്താ സുധാകരൻ ആലോചിക്കത്തെ? പിന്നെ നീ എന്നെ കൂടുതൽ ഉപദേശിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? ഓ, സുധാകരൻ വെറും സുധാകരനാ, ഫേമസ് അല്ലാത്ത സുധാകരൻ. നീ പ്രശസ്ത നർത്തകി യാമിനി സുധാകരൻ. ആ, പിന്നെ ഇന്നൊരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട വേണ്ടേട്ടാ, ഞാനിനി പ്രോഗ്രാമിലൊന്നും പോകുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. ആ പ്രഭാകരൻ സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ പ്രോഗ്രാം ചെയ്തിരിക്കും.
എന്താ? അല്ല, അത് പിന്നെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓഡിയൻസിനെല്ലാം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി, എന്നാ ഞാൻ എന്താ? സോറി, ഞാൻ സുധാകരനൊന്ന് കാണാൻ. അദ്ദേഹം എത്തിയിട്ടില്ല. ഓ, ഓക്കെ ഓക്കെ. വേണ്ട സുധാര, വേണ്ട വേണ്ട. കള്ളു കുടിച്ച വയറ്റി കിടക്കണം. നീ എന്താണ് എന്നെ കുറിച്ച്? പിന്നീട് ബോധം തെളിഞ്ഞു നോക്കുമ്പോ എന്റെ സുധാകരേട്ടൻ അന്ന് പോയതാ എന്റെ മോൻ. പിന്നെ ഇന്നേ വരെ എനിക്കവനെ കാണാനും കഴിഞ്ഞിട്ടില്ല. ആ സംഭവത്തിന് ശേഷം പ്രഭാകരൻ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു. എന്റെ മോന് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും സ്വന്തം മോനെ പോലെ നോക്കിക്കൊള്ളാമെന്നും എന്തു വില കൊടുത്തും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത് പ്രഭാകരനാണ്. ഇന്നെനിക്ക് മറ്റെല്ലാം ഉണ്ട്. എന്റെ മകനും മനസ്സമാധാനം ഒഴികെ. പിന്നീട് എപ്പോഴോ അവൻ ജയിൽ ചാടി ഞാൻ കാത്തിരുന്നു. അവൻ എന്റെ അടുത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഒന്നെനിക്കറിയാം, അവൻ ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന്. വരും ടീച്ചർ, വരും. പല അതിശയങ്ങളും കാണിച്ചിട്ടുള്ളതാ പഴനിയാണ്ടവൻ.
എന്തിനാ ഇവിടെ നിർത്തിയത്? ഞാനിന്ന് ഓഫീസിലേക്കില്ല. നീ പൊയ്ക്കോ. നീ എങ്ങോട്ടാ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. എന്തിന്? ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ എന്തോ എനിക്കിന്നലെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഞാൻ തന്നെ ശിവനെ പോലീസിന് ഒറ്റിക്കൊടുത്തു. ആ തെറ്റ് എനിക്ക് എങ്ങനെ തിരുത്തണം? ശിവനെ എനിക്ക് രക്ഷിക്കണം. എങ്കിൽ നീ തനിച്ച് പോണ്ട, ഞാനും വരാം. പകലിൻ പടിവാതിൽക്കൽ പുലരി സൂര്യനണഞ്ഞാൽ ഉദയം പൊന്മലയുടെ മേലെ പുഞ്ചിരി തൂകി വരുമ്പോൾ 100 വർണ്ണമോടെ 100 താളമോടെ 100 മോഹമോടെ 100 ദാഹമോടെ ചെന്താമര മലരിനുള്ളിൽ 100,000 ഓർമ്മകൾ പൂത്തു. പകലിൻ പടിവാതിൽക്കൽ പുലരി സൂര്യനണഞ്ഞാലോ അന്നു നമ്മളാലില കൊണ്ട് അമ്പലം പണിഞ്ഞതല്ലേ? അമ്പലത്തിനുള്ളിൽ നമ്മൾ ദേവരായി നിന്നില്ലേ? പെപ്പരെ പെപ്പിപ്പി വിളിച്ച് കോലം കെട്ടില്ലേ? കൊക്കരക്കൊ കോഴി കളിച്ച് മുറത്തി കൊത്തിയില്ലേ? കാലമെത്ര മാറിപ്പോയി, നേരമെത്ര മാറിപ്പോയി, മനസ്സിലിന്നും 1000 അഴകായ ഓർമ്മകൾ മേയുന്നു. പലവട്ടം പാലപൂത്തു, പലവട്ടം കൊയ്ത്തു കഴിഞ്ഞു. നിന്നെ മാത്രം കണ്ടിട്ടില്ല, പിന്നെ നമ്മൾ മിണ്ടിട്ടില്ല. ഇന്നു നിന്നെ ഒന്നു കണ്ടു കണ്ണീർ കിളിയായി ഞാൻ. ഇന്ദ്രനീലരാവുണർന്നു ചന്ദ്രികയായി ഞാൻ. ഇനിയുമൊന്നു കാണാൻ തോന്നി, ഇനിയുമേറെ മിണ്ടാൻ തോന്നി. താരകളായിരമായിരം എന്റെ കിനാവിൽ പൊഴിയുന്നു. പകലിൻ പടിവാതിൽക്കൽ പുലരി സൂര്യനണഞ്ഞാൽ ഉദയം പൊന്മലയുടെ മേലെ പുഞ്ചിരി തൂകി വരുമ്പോൾ 100 വർണ്ണമോടെ 100 താളമോടെ 100 മോഹമോടെ 100 ദാഹമോടെ ചെന്താമര മലരിനുള്ളിൽ 100,000 ഓർമ്മകൾ പൂത്തു. അതിനുള്ളിനുള്ളിനുള്ളിൽ നറുപൂന്തേൻ തുള്ളി തൂവി. പകലിൽ പടിവാതിൽക്കൽ പുലരി സൂര്യനണഞ്ഞാലോ ഇവളെന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശിവ, മാപ്പ്. സെൽവ, നീ എന്തായി കാട്ടണേ? ഇവളെ കൊണ്ടുപോ. ഇവളെ കൊണ്ടുവന്നത് ഞാനാ. നിന്നെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ ഈ കുട്ടി. ഇനി ഇവളെ കണ്ട ഞാൻ പഴയ അവസ്ഥയിലാവും. കൊണ്ടുപോ. ഞാൻ പോവാം. എന്നാലും എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മനസ്സിൽ ഒരു കണ്ണിൽ കിടന്ന നീറോ, അത് ഊതി ഊതി തീയാക്കരുന്ന് പറ. പോകാം മോളെ. എന്നാലും എന്റെ തെറ്റ് തിരുത്താതെ എനിക്ക് പോകാനാവില്ല. സെൽവ, നിന്റെ പാട്ടിയാ പറയുന്നത്. ക്ഷമിക്കടാ, ഈ കുട്ടിയോട് ക്ഷമിക്കേ. നിർത്ത്. കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു. നിനക്കറിയോ ഞാൻ അനുഭവിച്ച വേദന? സ്വന്തം അച്ഛന്റെ ചോര പുരണ്ട കൈകളുമായി തെരുവിലൂടെ ഓടി ഓടി ഞാൻ തളർന്നു വീണത് ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന പോലീസിന്റെ കൈകളിലായിരുന്നു. സത്യമെന്തെന്ന് നിങ്ങൾക്കറിയോ? നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? നിന്നെ ഞാൻ
മുൻ വിസ്താരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ പ്രതിയുടെ പ്രായവും സാഹചര്യവും കണക്കിലെടുത്ത് 4 വർഷത്തേക്ക് നല്ല നടപ്പിനായി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുവാൻ നിരുപാധികമായി ഈ കോടതി വിധിക്കുന്നു. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. അല്ലടാ എന്താടാ കാര്യം? ശിവനടുക്കല കഞ്ചാവ് വെച്ചിട്ടുണ്ട്, ഞങ്ങളത് കണ്ടേനാ. ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്ത് ചെയ്യൂടാ നായിന്റെ മോനെ? അല്ല, ഇതെന്ത് പറ്റി? ആ പുന്നാര മോന്തുന്ന സമ്മാനമാ. പിന്നെ അത് കാര്യമാക്കണ്ട, അവനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ഞാൻ പെട്ട പാട്. അതുകൊണ്ടല്ലേ അവന്റെ ശിക്ഷയുടെ കാലാവധി നീട്ടിക്കിട്ടിയത്. ഏതായാലും ഇതിരിക്കട്ടെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇവിടെ അവന്റെ കളി തീരാൻ ഇനി 2 മാസമേ ഉള്ളൂ. അയ്യോ, അത് കഴിഞ്ഞാൽ? അതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാവന്നേ. എന്തായാലും ഒരിക്കലും അവൻ പുറത്തു വരരുത്. കാണാം. ഇല്ല, ഇനിയും ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. രക്ഷപ്പെടണം. ഹലോ. ആ, എന്താ രാമേന്ദ്ര? ഇന്നലെ രാത്രി ശിവശങ്കരൻ ജയിലിയാടി. ജയിലിയാടിയെന്നോ? അങ്ങനെ ചെയ്യാത്ത തെറ്റുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ശിക്ഷയുടെ കാലാവധി നീട്ടി ജൂനൽ ഹോമിൽ നിന്ന് എന്നെ സെൻട്രൽ ജയിലിലടച്ചു. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ട് എത്തിച്ചേർന്നത് നല്ലവരായ ഇവരുടെ നടുവിലേക്ക്. ഞാൻ കേട്ട കഥകൾ ഇതൊന്നും ആയിരുന്നില്ല ശിവ. ഇന്ന് ഞാൻ ശിവനല്ല. ആ ശിവശങ്കരൻ അന്നേ മരിച്ചുപോയി. ഇന്നെന്നെ സ്നേഹിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. രക്ഷിക്കാൻ കരുണാമയനായ പഴനി ആണ്ടവനും. മോനെ ശെൽവ, നിന്നോട് മറ്റൊരു കാര്യം പറയാനാ ഇവളിപ്പോ വന്നത്. ശിവന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കണ്ടു. നിങ്ങൾക്കറിയൂ, ഞാൻ തെറ്റുകാരനല്ലെന്ന് അറിയാവുന്ന ഏക വ്യക്തി അയാളാണ്. എന്നിട്ടും എന്നെ ജയിലിലേക്ക് തള്ളിവിട്ട ആ വൃത്തികെട്ടവന്റെ കൂടെ വേണ്ട, എനിക്കവരെ കാണണ്ട. അവരെന്നെ കണ്ട അയാളതറിയും. പിന്നെ എന്നെ തേടി പോലീസ് ഇവിടെ വരും. വേണ്ട വേണ്ട ശിവ. യെസ്, പ്രഭാകരൻ ഹിയർ. പ്രഭാകരൻ സാറേ, ഞാനാ രാമേന്ദ്രൻ, ജയിൽ സൂപ്രണ്ട്. എന്താ വിശേഷിച്ച്? ശിവശങ്കരൻ പഴനിയിലുണ്ടെന്ന് രഹസ്യ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ വഴിക്ക് നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ദേ, മേടിച്ച കാശിന് കൂറുള്ളോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളൂ.
എന്നാലും ഇവരിപ്പോ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കണത്. അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും നീ തലപുണ്ണാക്കണ്ട. പഴനിയിൽ വന്ന് അടിവാരത്ത് റൂം എടുക്കുന്നത് മുരുകനെ തൊഴാനല്ലാതെ പിന്നെന്തിനാ? സെൽവനെ അവരിവിടെ തിരിച്ചറിഞ്ഞാൽ സെൽവൻ പറഞ്ഞ അനുസരിച്ച് അവർ രണ്ടാം ഭർത്താവിനെ വിവരം അറിയിക്കും. ആര്? സദ്ദാം ഹുസൈൻ. അല്ല പിന്നെ എടാ സെൽവന്റെ അമ്മ, ആ ഡാൻസ് ടീച്ചർ. കൈയോടെ ഇവരെ കാണിച്ചു കൊടുക്കാൻ പാടില്ല സെൽവന്. ആർക്ക്? പോലീസിന്. ഇത്രയും കാലം ഈ അമ്മയും രണ്ടാം ഭർത്താവും കൂടി സെൽവനെ മനഃപൂർവ്വം ജയിലിൽ ഇട്ടിരിക്കായിരുന്നു എന്ന് പരാതി കൊടുക്കണം. അവന് പേടിയാണെങ്കിൽ നമുക്കും പോകാൻ കൂടെ. കൊള്ളാം. എടാ മണ്ടത്തരം വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. അങ്ങനെ എളുപ്പം ഓടിച്ചെന്ന് ശെൽവൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. കാരണം പരാതി പറയാൻ ചെല്ലുന്ന ശെൽവത്തിനെ പിടിച്ച് ആദ്യം അകത്തിടും. എന്തിന്? എടാ ഇവൻ ജയിൽ ചാടിയിരിക്കല്ലേ. ജയിൽ ചാടിയാലുള്ള ശിക്ഷ എന്താന്ന് നിനക്കറിയാമോ? ഇല്ല. എന്താ? അല്ല, അതെന്താണെന്ന് അത്ര കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. എന്നാലും നല്ല കനത്ത ശിക്ഷ കിട്ടും. പോരാത്തതിന് ശെൽവത്തിന് വക്കാലത്ത് പറയാൻ ചെല്ലുന്ന നമുക്കും കിട്ടും ശിക്ഷ വേറെ. എന്താ പോണോ? എന്തായാലും അവൻ അമ്മയെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ അവരങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. തിരിച്ചറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അതെ. അങ്ങനെയാണെങ്കിൽ വേഷം മാറി നടന്നാ പോരെ. എന്തിന്? അപ്പൊ പിന്നെ തിരിച്ചറിയില്ലല്ലോ. അതിനിപ്പൊ തിരിച്ചറിയോ? ഇല്ല. പിന്നെ വേഷം മാറുന്ന എന്തിനാ? വേണ്ട. പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. അല്ല, ആവശ്യം വരുമ്പോ ഉപയോഗിക്കാലോ. എടാ അത് തിരിച്ചറിയുമ്പോഴല്ലേ. അതിനിപ്പൊ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പിന്നെന്തിനാ വേഷം മാറുന്നത്? അതായത് ഞാൻ ഈ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ നമ്മുടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ മനുഷ്യനെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആ തങ്കവേലിനെ കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കാ. പാവം, അവന് നല്ല വിഷമമുണ്ട്. ആർക്ക്? തങ്കവേലുനാ? പോയേ പോയേ പോയേ. പിന്നെ അണ്ണൻ എന്താ ഈ പറയണത്? എടാ ഞാൻ ശെൽവത്തിന്റെ കാര്യമോ പറഞ്ഞത്. അവൻ എങ്ങോട്ട് പോയാവോ? ആര്? നീ ശരിയാവില്ല. പോയേ പോയേ. ഓ, ഇതിപ്പോ എന്റെ തലക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തന്റെ തലയിൽ എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നത്? ഓ, എനിക്കൊരു സംശയം. ഈ സെൽവൻ എവിടെ പോയി? അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ആ സുബ്രുവിന്റെ കടയിൽ ഇരിക്കുമ്പോ ഞാനൊന്ന് ആശ്വസിപ്പിക്കാന്ന് കരുതി. സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അവൻ എഴുന്നേറ്റ് പോയി. നീയല്ലേ ആശ്വസിപ്പിക്കുന്നത്? അരവട്ടുള്ളവന് മുഴുവട്ടാവും. അങ്ങനെയാണെങ്കിൽ അണ്ണൻ എന്നെ വേണ്ട വേണ്ട വേണ്ട. എന്താ ഓട്ടം വല്ലതുണ്ടാ? ഇപ്പോഴല്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. നീ ആറുമുഖനെ കണ്ടോ? ഇല്ല. എന്താ? ഒരു കാവടി ഉണ്ടായിരുന്നു. അതാ ശെൽവത്തിനെ വിളിക്കായിരുന്നില്ല വേലായുധ? അവനോട് പറഞ്ഞപ്പോ അവന് വയ്യെന്ന്. വയ്യെന്നോ? നാട്ടിലെ ഒരു പേരുകേട്ട ഡാൻസ് ടീച്ചർക്കുള്ള കാവടിയാ. കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്ന കേസാ. അത് പറഞ്ഞപ്പോ അവന് വയ്യെന്നും പറഞ്ഞ് ഒറ്റ പോക്ക. ഓ, അപ്പൊ അതാണ് കാര്യം. വേലായുധണ്ണ, അതെ. നീ ചുമ്മാ വേലായുധ, താൻ ഈ പറഞ്ഞ ഡാൻസ് ടീച്ചർക്ക് വേണ്ടി ശെൽവൻ തന്നെ കാവടി എടുക്കും, ആടും. അല്ല, അപ്പൊ വേഷം മാറാതെ? ഒന്നും മിണ്ടായിരടാ. വേഷം അവൻ സ്ഥിരം ഇടുന്ന വേഷം തന്നെ. അതിനവൻ സമ്മതിക്കണ്ടേ? ഇത് അവൻ തന്നെ ആടണം. താമ്പാ. അല്ല, അതിന് അവൻ സമ്മതിക്കാതെ. വേഷമില്ലാതെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാ? ആ വേഷത്തിൽ വന്നാൽ കുഴപ്പമാവൂലേ? അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ വരുന്ന പോലെ അനുഭവിക്കട്ടെ. അല്ല മൈലണ്ണ, പോയല്ലേ. അണ്ണ. എന്നെ ശങ്കരി? അമ്മയ്ക്ക് അണ്ണനെ അറിയില്ലല്ലേ? അറിഞ്ഞാൽ എന്താകുന്നു എനിക്ക് തെരിയും. എന്താകാൻ? നീ എന്താ പറയുന്നത്? അത് പോട്ടെ. അമ്മയ്ക്കൊന്ന് തിരിഞ്ഞാൽ നീ എന്നെ മറന്നിടുമോ? ശങ്കരി, സാരമില്ല. എനിക്കില്ലാത്ത അമ്മ അണ്ണനുണ്ടാകുമല്ലോ. അമ്മയുടെ കൂടെ പോയി പഠിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അണ്ണൻ നല്ല വാഴണം. ശങ്കരി, എനിക്കറിയാം അണ്ണന്റെ മനസ്സ്. എൻ കൂടെയിൽ இருக்கிறப்போ அது எத்தனை நாள். ஆனா என் மனசுல உனக்காக வச்சப்போ അതൊരിക്കലും വാടാതെ. നിനക്ക് എന്ത് പറ്റി കുട്ടി? பாதொரு நாள் உன் குட்டிக்கு தலைவடிக்க வரும்போது அந்த ஆண்டவனுக்கு போ என் கையிலிருந்து தான் வாங்கணும். உன் மனசுல நான் என்னைக்குமே ஒரு பூக்காரியா வாழணும். எனக்கு அது மட்டும் போதும். ശങ്കരി, കാവടി എടുത്തു കൊടുക്കും. മുരുക മുരുക. പേരുന്നാളും ശിവശങ്കരൻ പൂരം. ശിവശങ്കരൻ പൂരം. ശരി. മേളം തുടങ്ങട്ടെ.
വാങ്ങിച്ചോളൂ. എന്താ ഇത്? എന്താ കുട്ടി? ഒന്നുമില്ല, ഞാൻ പോണു. കുട്ടി പറഞ്ഞില്ലേ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ കലയില്ല, നൃത്തമില്ല, സംഗീതമില്ല. എനിക്കെല്ലാം നേടിത്തന്നതും നഷ്ടപ്പെടുത്തിയതും ഈ കല തന്നെയാ. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സുധാകരേട്ടൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയതും എന്റെ മോനെ എനിക്ക് നഷ്ടമായതുമൊക്കെ ഈ പ്രശസ്തിയും ഈ കാണുന്ന നേട്ടങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാ. കുട്ടിക്കറിയോ, ഇന്നെന്തോ എന്റെ മനസ്സിനൊരു സമാധാനം. ഇന്നലെ ആ കുട്ടി കാവടിയെടുത്ത് ആടിയപ്പോ എന്റെ സർവ്വ ദുഃഖങ്ങളും മാറിയതുപോലെ, മുരുകൻ എന്നെ നേരിട്ട് വന്ന് ആശ്വസിപ്പിച്ചതുപോലെ. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. ഇത്രയുമെല്ലാം കുടുംബത്തെ സ്നേഹിച്ച, മകനെ സ്നേഹിച്ച ടീച്ചർക്ക് എങ്ങനെ ശിവനെ ദ്രോഹിക്കാൻ കഴിഞ്ഞു? ഭർത്താവിന്റെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത അടുത്തറിഞ്ഞ ടീച്ചർക്ക് എങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജയിലിൽ കഴിയുന്ന മകനെ ഒന്ന് കാണാൻ പോലും പോകാതെ എങ്ങനെ കഴിയുന്നു? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ശിവനെ ദ്രോഹിച്ചു എന്നോ? ഒരിക്കലും ശിവൻ ജയിലിനകത്തുനിന്ന് പുറത്തു വരാതിരിക്കാൻ ജയിൽ ജീവനക്കാർക്ക് പണം വാരികോരി കൊടുത്തില്ലേ? അത് ദ്രോഹമല്ലേ? നിർത്തൂ. ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? അഞ്ജലിയാണോ? ഞാൻ ഒരുപാട് പണം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക്. അവന് ഒരു കുറവില്ലാതിരിക്കാൻ, ശിക്ഷയുടെ കാലാവധി കുറച്ചു കിട്ടാൻ. പിന്നെ രണ്ടാം വിവാഹം. എന്റെ മകനെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും പറഞ്ഞ് എല്ലാവിധ സഹായവുമായി വന്ന ആ നല്ല മനുഷ്യന്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലേ തന്നെ എന്റെ മകന്റെ ജീവിതത്തെക്കാൾ വിലപ്പെട്ടതായി തോന്നിയില്ല എനിക്കെന്റെ ശേഷിച്ച ജീവിതം. മോളെ, ഇനി നീ പറ, ഞാൻ എന്ത് ദ്രോഹ ചെയ്തത്? ഞാൻ കേട്ടതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നെനിക്കറിയില്ല. ഒന്നെനിക്കറിയാൻ ടീച്ചർ, ശിവൻ പാവമാണ്. ശിവനെ ഉപദ്രവിക്കരുത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയൂ കുട്ടി. അഞ്ജലി അറിയാതെ ടീച്ചറിനെ കാണാൻ വന്നത് തന്നെ ഒരു കാര്യം പറയാനാണ്. നിങ്ങൾ പരിചയപ്പെട്ട ടീച്ചറിന്റെ ശിവനെ കുറിച്ച്. നിങ്ങൾ? അതെ ടീച്ചർ, ടീച്ചറിന്റെ മകൻ ശിവൻ ജീവനോടെയുണ്ട് ഈ പളനിയിൽ. അമ്മയോട് എതിരിടാൻ എനിക്കാവില്ലെന്നും പറഞ്ഞ് അമ്മയുടെ കൺമുന്നിൽ പെടാതെ ഒളിച്ചു കഴിയാൻ ശ്രമിക്കുകയാണ് ശിവൻ. എന്നിട്ടും എല്ലാം മറന്നു വന്നില്ലേ അമ്മയ്ക്ക് വേണ്ടി കാവടിയാടാൻ? ശിവശങ്കരൻ. ഈശ്വര, എന്റെ മോൻ, എനിക്കവനെ കാണണം. കടലോളം മോഹം, കരയോളം സ്നേഹം, അമ്മയ്ക്കിനി നൽകാൻ തോരാത്ത കണ്ണീർ കനവ്. കടലോളം മോഹം, കരയോളം സ്നേഹം, അമ്മയ്ക്കിനി നൽകാൻ തോരാത്ത കണ്ണീർ കനവ്. നീയില്ല പൊൻകൂട്ടിൽ താലോലം പാടി ഞാൻ ഒരു വട്ടം പോലും കേൾക്കാനെന്തേ വന്നീവൻ. കടലോളം മോഹം, കരയോളം സ്നേഹം, അമ്മയ്ക്കിനി നൽകാൻ തോരാത്ത കണ്ണീർ കനവ്.
എങ്ങെന്നറിയാതെ ഞാൻ ഇന്നോളം തേങ്ങി നടന്നു. നീ പോയൊരു വഴിയറിയാതെ, നീ പോയൊരു നാടറിയാതെ, നീ എങ്ങെന്നറിയാതെ ഞാൻ ഇന്നോളം തേങ്ങി നടന്നു. വഴി പോകും തെന്നലിനോടും വഴിയറിയാ പക്ഷികളോടും, വഴി പോകും തെന്നലിനോടും വഴിയറിയാ പക്ഷികളോടും, ഇന്നും ഞാൻ നിന്നെ തേടി പലവട്ടം നൊന്തുവിടഞ്ഞു. മറുവാക്കിനു കാതോർത്തിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. കടലോളം മോഹം, കരയോളം സ്നേഹം, അമ്മയ്ക്കിനി നൽകാൻ തോരാത്ത കണ്ണീർ കനവ്. മഴയോടും ഞാൻ ചോദിച്ചു, പുഴയോടും ഞാൻ ചോദിച്ചു, വഴിപാടുകളേറെ ചെയ്തു ഫലമൊന്നും കണ്ടില്ല. മഴയോടും ഞാൻ ചോദിച്ചു, പുഴയോടും ഞാൻ ചോദിച്ചു, വഴിപാടുകളേറെ ചെയ്തു ഫലമൊന്നും കണ്ടില്ല. നിഴലായി ഞാൻ നിന്നെ തേടി ഇരുളിൽ നീ ഓടി മറഞ്ഞു. ആരോടിനി നിന്നെ തേടും എന്നറിയാതിടറിപ്പോയി ഞാൻ. ഒരു നോട്ടം കാണാൻ കൊതിയായി ഉണ്ണി, കാണാൻ മാത്രം. കടലോളം മോഹം, കരയോളം സ്നേഹം, അമ്മയ്ക്കിനി നൽകാൻ തോരാത്ത കണ്ണീർ കനവ്. ഇത് കൂടെ. മൈലണ്ണ, ഇത് യാമിനി ടീച്ചർ, ശിവന്റെ സോറി ശെൽവന്റെ അമ്മ. ഓ, എനിക്ക് എന്റെ മോനെ മകൻ അന്വേഷിച്ചെത്തിയിരിക്കുന്ന അമ്മ, അമ്മയുടെ കൺവട്ടത്ത് നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മകൻ. ഇങ്ങനെ ഒരു അമ്മയും മകനെയും ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്ന. മാത്രമല്ല, ഈ കോളനിയിൽ അവൻ അടുത്തറിയാവുന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിരിപ്പും അറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അറിയില്ലേ? അമ്മയോട് പിണങ്ങിപ്പോയ മുരുകൻ അവസാനം താരകാസുരനോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ പാർവതി ദേവി അയച്ചു കൊടുത്ത വേദാസ്ത്രമാണ് അവന് തുണയായത്. ഇവിടെ ഈ മകന്, ഞങ്ങളുടെ സെൽവന് കാരാഗ്രഹം പെടുന്നത് അവന്റെ ഈ അമ്മ എണ്ണിക്കൊടുത്ത നോട്ടുകെട്ടുകളാണ്. അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത മുരുകന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യഭൂമിയിൽ ഒരമ്മ മകന്റെ ജീവനെടുക്കാൻ ശ്രമിച്ചാൽ ക്ഷമിക്കില്ല മുരുകൻ. മൈലണ്ണ, നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ പാവത്തിന്. പാവമാ ഇവളാ പാവം? പെറ്റ പുള്ളയെ ജയിലിലടയ്ക്കാൻ പണം കൊടുത്ത ഇവളാ പാവം? സ്വന്തം ഭർത്താവ് മരിക്കാൻ കാരണക്കാരനായ ആ പാവിയോടത്ത് കഴിയുന്ന ഇവള് പാവമാ? എനിക്കെന്റെ ശിവനെ ഒന്ന് കാണണം. ഭർത്താവ് നഷ്ടപ്പെട്ട ഞാൻ ജീവനോടെ ഇരിക്കുന്ന എന്റെ മോനെ ജയിലിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടവളാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ മകനോടൊത്ത് ജീവിച്ചു മരിക്കാൻ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും കയറിയിറങ്ങി ഈശ്വരന്മാരോട് യാചിച്ചത് അത് മാത്രമാണ്. ആ ഞാൻ എന്റെ പൊന്നുമോനെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കുവോ? അതിനുവേണ്ടി പണം കൊടുക്കുവോ? ഞാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. രക്ഷിക്കാൻ കൊടുത്തയച്ച പണം കൊണ്ട് അയാൾ ശിക്ഷിക്കാൻ പറഞ്ഞു, അത്ര തന്നെ. എന്താ നിങ്ങൾ പറഞ്ഞത് പ്രഭാകരേട്ടൻ? അതെ ടീച്ചർ, ശിവൻ ഒരിക്കലും ജയിലിനകത്തുനിന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഒരുക്കങ്ങളാ അയാളെ പണം കൊണ്ട് ചെയ്തത്. എന്റെ ഈശ്വര, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ മകൻ അനുഭവിച്ച കൊടും യാതനകൾക്ക് ഞാനും കൂട്ടുനിന്നല്ലോ. ഇനി ഒരിക്കൽ പോലും എനിക്ക് എന്റെ മകന്റെ മുമ്പിൽ ചെല്ലാൻ യോഗ്യതയില്ല. അവനോട് നിങ്ങൾ പറയണം, അമ്മ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലെന്ന്. ഈ അമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന്. ടീച്ചർ, ഈ അമ്മയ്ക്ക് മാപ്പ് തരണമെന്ന് നിങ്ങള് അവനോട് പറയണം. അമ്മേ,
മോനെ മോനെ ശിവ മോനെ ശിവ പാവിയായി അമ്മയോട് ക്ഷമിക്കുമ്പോ അമ്മേ എന്നാ സാർ അർജന്റാ കൂപ്പിട്ടത്? ചെട്ടിയാരെ, ഇത്തവണ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയുവാനും ചുമതലപ്പെടുത്തുവാനുമാണ്. എന്നാ സാർ സൊല്ലുങ്ക. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിന്റെ കയ്യിൽ നിന്നും ജയിൽ ചാടിയ ശിവശങ്കരൻ എന്നൊരു പയ്യൻ പളനിയിൽ എവിടെയുണ്ട്. എങ്ങനെയും അവനെ ഉടനെ തപ്പിയെടുക്കണം. പിന്നെ അവിടെ അവൻ ശിവശങ്കരനല്ല, സെൽവൻ, ആ പേരിലാണ് അറിയപ്പെടുന്നത്. സെൽവ? தெரியும் சார், எனக்கு அவனை நல்லா தெரியும். അതെയോ? വെരി ഗുഡ്. പോലീസ് അവന്റെ പിന്നാലെയാണ്. ഒരു കാരണവശാലും അവൻ പോലീസിന്റെ പിടിയിൽ അകപ്പെടാൻ പാടില്ല. അതിനു മുമ്പ് തീർക്കണം. அதுக்கு கவலைப்பட வேண்டாம் சார். இனிமே அவன் என் கையில இருந்து தப்பிக்க மாட்டான். நிஜமா தீர்த்து கட்டுறேன். ഓക്കെ, ഇതിരിക്കട്ടെ. ഇടയ്ക്ക് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി. പ്രഭാകരൻ മുതലാളിയുടെ പണവും കിട്ടും, സെൽവന്റെ இப்ப வேண்டாம், விட்டுடு விட்டுடு. என்ன பண்ணுறதுன்னு நடக்குது. பழனிமலையாண்டவனே ஹரஹரோ ஹரா, சரவண பவ குருகுஹனே ஹரஹரோ ஹரா. தைப்பூயக்காவடி கற்பூரக்காவடி பழனிமலை கோவில் தைமாச காவடி. தைப்பூயக்காவடி கற்பூரக்காவடி பழனிமலை கோவில் தைமாச காவடி. பழனியில் பால்காவடி வடிவேலனு பீலிக்காவடி ഹരഹരോഹര ഹരഹരോഹര. നന്മയ്ക്കൊരു നീ കാവടി പുണ്യത്തിനു പൂക്കാവടി ഹരഹരോഹര ഹരഹരോഹര. ശരവണ ഭവ ഗുരുഗുഹനിൻ അഗ്നിക്കാവടി, ശരവണ ഭവ ഗുരുഗുഹനിൻ അഗ്നിക്കാവടി. തൈപ്പൂയക്കാവടി കർപ്പൂരക്കാവടി പഴനിമലക്കോവിൽ തൈമാസ കാവടി. அபிஷேகம் முருகனுக்கு, வேலனுக்கு ஹரஹரோஹரா. ருத்ராபிஷேகம் வேலனுக்கு, வேலனுக்கு ஹரஹரோஹரா. அஷ்டாபிஷேகம் முருகனுக்கு,
രുദ്രാഭിഷേകം രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? നിങ്ങളോ? അവനെ പിടിച്ച് വണ്ടിയിലേറ്റി. കരയരുത്. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? ഇനി കുറച്ച് നാൾ കൂടി, അതുവരെ അമ്മയെ നോക്കാൻ ഇവരൊക്കെ ഉണ്ടാകും. പോതും പോതും.